الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് എന്നോണം സാദു സഫർ എന്ന ജാമിയത്തു സീന അൽ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ ദഅവരംഗത്ത് മുന്നോട്ട് പോകുന്ന ഈ സംരംഭം, ആ സംരംഭത്തിന്റെ കീഴിൽ ആദ്യമായി നടത്തിയ വൺ ഡേ ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ നമ്മൾ നിശ്ചയിച്ച വിഷയം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചുള്ള വിശദ പഠനമാണ്. ഇങ്ങനെയൊരു പഠനം നാം നിശ്ചയിക്കാനുള്ള കാരണം, സലഫി ദഅവത്തുമായി മുന്നോട്ട് പോകുന്ന നമുക്കെതിരെ ബിദഈകൾ, പുത്തനാശയക്കാർ പല ആരോപണങ്ങളുമായി രംഗത്ത് വരാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം ദഅവത്ത് ചെയ്യുന്ന സലഫിയത്ത്. അത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുതുനിർമ്മിതിയാണ്, പൂർവികർക്ക് പരിചയമില്ലാത്തതാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പിയച്ച ആളാണ്. അദ്ദേഹത്തിന് പൂർവികരായ അയിമ്മത്തുകളുമായി വൈജ്ഞാനിക ബന്ധമില്ല. അദ്ദേഹം പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ച ആളല്ല. ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ നിലപാടുകളുള്ള ആളാണ്. ആ ആശയമാണ് സലഫികളെ നിങ്ങൾ പേറുന്നത് എന്നെല്ലാം പറഞ്ഞ് സലഫികൾക്ക് നേരെ ആഘോഷിക്കുമ്പോൾ, സലഫികളെ കുറ്റമാരോപിക്കുമ്പോൾ, സലഫികളുടെ മേൽ ബാധ്യതയായ ഒന്നായി ജാമിയത്തു സീനത്തിലെ മക്കൾ കണ്ട ഒന്നാണ് ആരാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത് ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അദ്ദേഹത്തിന്റെ പേര് മുതൽ, കുടുംബ പരമ്പര മുതൽ, അദ്ദേഹം പഠിച്ചത് മുതൽ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ, അദ്ദേഹം നടത്തിയ ദഅവത്തുകൾ പോലുള്ള എല്ലാം സമൂഹം അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആൾക്കാർ ആരോപിച്ച ആരോപണങ്ങളും അതിന് ഉലമാക്കൾ നൽകിയ മറുപടികളും എന്ത് എന്നും സമൂഹം അറിയേണ്ടതുണ്ട്. അതിനെ തുടർന്നാണ് സാദു സഫറിന്റെ കീഴിൽ ഈ ഒരു വിഷയം വൺ ഡേ ക്യാമ്പായി അവതരിപ്പിക്കാൻ ജാമിയത്തു സീനത്തിലെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ് 3 ക്ലാസുകൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടു. ചെറിയ രീതിയിലുള്ള പരിചയപ്പെടുത്തലാണ് ഉദ്ദേശം. വലിയ വലിയ ഗ്രന്ഥങ്ങൾ മുൻനിർത്തി ഗ്രന്ഥങ്ങളെ ഇബാറത്തുകൾ വായിച്ച് സമർത്ഥിക്കലല്ല ഉദ്ദേശം. മറിച്ച് സാധാരണക്കാർക്ക് ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രാവേശിക മാത്രമായാണ് നമ്മൾ ഈ ക്ലാസ്സിനെ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ എന്നിൽ അർപ്പിതമായ വിഷയം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വാസ കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയും എന്ന വിഷയം അവതരിപ്പിക്കാനാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ മുന്നോട്ട് പോകുന്ന ഒരു പണ്ഡിതനാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ വിശ്വാസപരമായ അഖീദപരമായ ഗ്രന്ഥങ്ങൾ ഒരുപാട് അൻവർ ഉസ്താദ് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് കിതാബ് തൗഹീദ്.
തൗഹീദുമായി ബന്ധപ്പെട്ട് ശിർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയാത്തുകളും ഹദീസുകളും ജംഅ ചെയ്തുകൊണ്ടുള്ള വിശ്വപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്. മറ്റൊരു ഗ്രന്ഥമാണ് കശ്ഫു ശുബ്ഹാത്ത്. മൂന്നാമത്തെ ഗ്രന്ഥം മസായിലുൽ ജാഹിലിയ്യ, അതുപോലെ തന്നെ അൽ ഉസൂലുസ് സലാസ, അൽ ഖവായിദുൽ അർബ, നവാഖിദുൽ ഇസ്ലാം, ഉസൂലുസ് സിത്ത പോലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അഖീദയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ശേഷം വന്ന പല ഉലമാക്കളും ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാവരും പറഞ്ഞത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള വലിയ വലിയ ഇമാമുമാരുടെ അഖീദ ഒരാൾ ആദ്യം പഠിക്കുകയും അതിനുശേഷം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്താൽ ഒരു വൈരുദ്ധ്യവും കാണുകയില്ല. ഈ അയിമത്തുകൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ടുള്ളത്. വിശ്വാസ കാര്യങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ്, അടിസ്ഥാനപരമായി അഹ്ലുസുന്ന ജമാഅയും അഹ്ലുൽ ബിദ്അയും വേർതിരിക്കുന്ന മസലകളിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണെന്ന് അറിയാതെ വായിച്ചിട്ട് ഇത് അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ അഖീദയാണ്, പൂർവികരായ ഏതോ പണ്ഡിതന്റെ കിതാബാണ് എന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാർ വരെയുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കറിയാം, പലരും പറയുന്നൊരു സംഭവം, ഒരു വ്യക്തി എപ്പോഴും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ചീത്ത വിളിക്കുമായിരുന്നു, ആക്ഷേപിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു സലഫിയായ വ്യക്തി ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥം, കിതാബ് തൗഹീദാണെന്ന് തോന്നുന്നു, ചട്ടം മറച്ചു വെച്ചുകൊണ്ട് ആ കിതാബ് കൊണ്ടുകൊടുത്തു. ഈ കിതാബ് നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. ആരതാണെന്ന് പറഞ്ഞിട്ടില്ല, ചട്ടം മറച്ചു കളഞ്ഞു. അത് ഫുള്ള് വായിച്ചതിന് ശേഷം ആ വ്യക്തി പറഞ്ഞത്, ഈ ഗ്രന്ഥം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഏതോ വലിയ പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹുൽ ബുഖാരി രചിച്ചതുപോലെയുണ്ട് ഈ ഗ്രന്ഥം കാണുമ്പോൾ എന്ന് പുകഴ്ത്തി പറഞ്ഞ ഗ്രന്ഥത്തെ. ആ സന്ദർഭത്തിൽ ആ ഗ്രന്ഥം നൽകിയ വ്യക്തി പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ എപ്പോഴും ആക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എന്ന്. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇന്നലെ വരെ തന്റെ ക്ലാസ്സിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആക്ഷേപിച്ച ആ പണ്ഡിതൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു തുടങ്ങിയെന്നാണ്. ഇത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ സുലഭമാണ്. ഈ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആക്ഷേപിക്കുന്നവർ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. ആരൊക്കെയോ പറയുന്ന വിമർശനങ്ങൾ, ശത്രുക്കൾ ആരോപിച്ച വിമർശനങ്ങൾ, അത് കേട്ട് അതിങ്ങനെ പാടാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊന്ന് വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഈ ആരോപണങ്ങൾ പറയുമായിരുന്നില്ല. ഏത് ഗ്രന്ഥവും ഇന്നും സലഫികൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ ശബ്ദമുയർത്തുന്ന, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന വിധേയികളോട്, അഹ്ലുസുന്നയുടെ എതിരാളികളോട് ഉച്ചേസ്തരം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടേത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണിവ. ഈ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് വായിക്കാം, ഇതിലേത് ഗ്രന്ഥവും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും
സലഫുകൾക്ക് പരിചയമില്ലാത്ത, ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്ത, ഖുർആനെയും സുന്നത്തിനെയും വിശദീകരിച്ചിട്ട് സലഫുകൾ അയിമ്മത്തുകൾ പറയാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് തുറന്നു പറയുന്നവരാണ് സലഫികൾ. ഇന്നും ഈ സദസ്സിൽ ഞാനും പറയുന്നു, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് ഗ്രന്ഥം എടുത്തിട്ടും നിങ്ങൾക്ക് വരാം. ഈ ഗ്രന്ഥത്തിലുള്ളത് മുഴുവനും, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിലെ ഇന്ന പാഠങ്ങൾ, ഇന്ന മസ്അലകൾ, അത് ഖുർആനും സുന്നത്തിനും എതിരാണ്, അത് അയിമ്മത്തുകൾ പറഞ്ഞതിനെതിരാണ്, സലഫുകൾ ആരും പറയാത്തതാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവർക്ക് വരാം. ഇന്നവരാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്ര വ്യക്തമാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദർശ പ്രബോധനം എന്നുള്ളത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ എന്ത് എന്ന് പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ പ്രത്യേകമായി നമുക്കൊന്നും പറയാനില്ല. ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈമാന്റെ വിഷയത്തിൽ സലഫുകൾ പറഞ്ഞ അതേ ആശയമാണ് പറഞ്ഞത്. ഈമാൻ എന്നാൽ ഈമാനിന് 3 റുക്നുകളുണ്ട്. അത് കൂടുകയും കുറയുകയും ചെയ്യുമെന്ന അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അതേ അഖീദ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു ബിൽ ജനാൻ, ഹൃദയം കൊണ്ട് അംഗീകരിക്കലാണ് ഈമാൻ. ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ് ഈമാൻ. അമലു ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ് ഈമാൻ. യസീദു ബിത്താഅ വയഖ്സു ബിൽ ഇസ്യാൻ, അനുസരണയോടെ കൂടുകയും ധിക്കാര പ്രവർത്തനത്തിലൂടെ കുറയുകയും ചെയ്യുന്നതാണ് ഈമാൻ. ഇത് സലഫുകൾ പറഞ്ഞതാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പലയിടങ്ങളിലായി പറയുന്നുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈമാന്റെ വിഷയത്തിൽ നമ്മൾ മുർജിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും ഖവാരിജികളുടെയും ഇടയിലാണ്. മുർജികൾ കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞവരാണ്. മുർജികൾ ഈമാനിൽ നിന്നും കർമ്മത്തെ പുറത്താക്കിയവരാണ്. സലഫുകളുടെ അഖീദക്കെതിരാണ് മുർജിയാക്കളുടെ ഈ വാദം. ഇർജാഅ് വാദമുള്ളവർ 4 കൂട്ടരാണ്. ഒന്ന് ജഹ്മികളാണ്. ജഹ്മികള് ഈമാൻ എന്ന് പറഞ്ഞാൽ അറിയൽ മാത്രമാണെന്ന് പറഞ്ഞവരാണ്. രണ്ടാമത്തേത് അശ്അരികളാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ രംഗത്ത് വരുന്ന പിഴച്ച കക്ഷികളാണ് അശ്അരികൾ. സമസ്തക്കാരിൽപ്പെട്ട, തബ്ലീഗുകാരിൽപ്പെട്ട അശ്അരി മൗലവിമാരാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ രംഗത്ത് വരിക. ഇബ്നു അബ്ദുൽ വഹാബ് വേച്ചതാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈമാന്റെ മസ്അലയിൽ സമസ്തക്കാരും തബ്ലീഗുകാരും പേച്ചുപോയി. അവർക്ക് സലഫില്ല. ഞാൻ പല സമസ്തക്കാരോടും പല തബ്ലീഗുകാരോടും ചോദിച്ചിട്ടുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ സഹാബാക്കളും താബീകളും ഇജ്മാഅാണ് എന്ന് പറഞ്ഞ മസലയാണ് ഈ മസല. ഈ മസലയിൽ അശ്അരികളായ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് ആരാണ് സലഫായിട്ടുള്ളത്? പേച്ചവരായ മുർജിയ വാദമാണ്, ഇർജാഅ് വാദമാണ് അശ്അരികൾക്കുള്ളത്. അവരാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ അഖീദ ശരിയല്ല എന്ന് പറയുന്നത്. മസലത്തിൽ ഈമാൻ തന്നെ അശ്അരികൾ പേച്ചുപോയി. അശ്അരികൾ പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തൽ മാത്രമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എന്റെ ക്ലാസ് തന്നെയുണ്ട്. ഞാൻ തിരൂരെടുത്ത ക്ലാസ്. അശ്അരികൾ ഈമാനിൽ പേച്ചുപോയ അശ്അരികളുടെ പണ്ഡിതന്മാരുടെ ഒരുപാട് ഉദ്ധരണികൾ ഞാൻ അവിടെ വായിക്കുന്നുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖ് മാത്രമാണ് എന്നല്ല. അശ്അരി പണ്ഡിതന്മാരിൽ ചിലർ സലഫുകളുടെ അഖീദ എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ മസലത്തിൽ ഇമാം പറയുന്നുണ്ട്. സലഫുകൾ പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു ബിൽ ജനാൻ, ഇഖ്റാറു ബിൽ ലിസാൻ, അമലു ബിൽ അർക്കാൻ, യസീദു ബിത്താഅ വയഖ്സു ബിൽ ഇസ്യാൻ എന്നാണ് സലഫുകളുടെ വാദം എന്ന് വരെ അശ്അരി പറയുന്നുണ്ട്. അപ്പൊ അവർ തന്നെ അംഗീകരിക്കുന്നു അവർ സലഫുകളുടെ അഖീദയല്ല എന്ന്. അവര് പറയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സലഫുകൾക്ക് പരിചയമില്ലാത്ത അഖീദ കൊണ്ടുവന്ന ആളാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ മുർജികളുടെയും മുഅ്തസിലികളുടെയും ഖവാരിജികളുടെയും വാദത്തിനെതിരാണ് മസലത്തുൽ ഈമാനിൽ.
മുർജികളിൽ രണ്ടാമത്തെ അശ്വരികൾ അവർ പറയുന്നത് ഈമാൻ എന്നാൽ സത്യപ്പെടുത്തൽ മാത്രമാണ് എന്നാണ്. മൂന്നാമത്തെ കൂട്ടർ കറാമിയാക്കൾ, അവരും ഈമാനിൽ പയച്ചു പോയവരാണ്. അവർ പറയാ ഈമാൻ എന്ന് പറഞ്ഞാൽ ലിസാൻ, നാവ് കൊണ്ട് പറയല് മാത്രമാണ് ഈമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, അവൻ മുഅ്മിനായി. നാലാമത്തെ കൂട്ടർ മുർജിയത്തുൽ ഫുഖഹ, കൂഫയിലെ ഹനഫി ഫുഖഹാക്കൾ. അവർ പറയുന്നത് കർമ്മങ്ങൾ ഈമാനിൽ പെടുകയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും മാത്രമാണ് എന്ന്. ഈ നാല് കൂട്ടർ ഇർജാവാദക്കാരാണ്. ഈ മുർജികളുടെ വാദമെല്ലാം നമുക്ക് എന്ന് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഹ്ലുസുന്നത്ത് ജമാഅ പറയുന്ന ഈമാൻ എന്ന് പറഞ്ഞാൽ യസീദു ബിത്താഅ വയഖ്സു ബിൽ ഇസ്യാൻ, അനുസരണയിലൂടെ കൂടുകയും ധിക്കാരത്തിലൂടെ കുറയുകയും ചെയ്യുന്നതാണ് ഈമാൻ. എന്നാൽ ഖവാരിജികളും മുഅ്തസിലകളും പറയുന്നത് ഈമാൻ ഷൈഉൻ വാഹിദ് ലാ യതജസ്സ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നാണ്, അത് കൂടുകയോ കുറയുകയില്ല, ജുസുകളാകുകയില്ല. അതുകൊണ്ട് തന്നെ ഖവാരിജികളുടെ അടുക്കൽ വൻപാപം ചെയ്തവൻ കാഫിറാണ്. കാരണം ഈമാൻ ഒന്നാണ്, ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ കുഫർ. ഈമാൻ കൂടുകയും കുറയുകയില്ല. അതുകൊണ്ട് ഖവാരിജികൾ പറയും വൻപാപം ചെയ്തവൻ കാഫിറാണ്. മുഅ്തസിലികൾ പറയും വൻപാപം ചെയ്തവൻ മുസ്ലിമും അല്ല കാഫിറും അല്ല, ഇതിന്റെ ഇടയിലാണ്. മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈൻ. അവരുടെ പേര് ഫാസിഖ് എന്നാണ്. നമ്മൾ പറയുന്ന ഫാസിഖ് അല്ല, അവരുടെ പ്രത്യേക ഇസ്തിലാഹാണ് ഈ ഫാസിഖ്. മുസ്ലിമും അല്ല കാഫിറും അല്ല, ഇസ്ലാമിന് പുറത്തു പോയി പക്ഷെ കുഫറിൽ കയറിയിട്ടുമില്ല, ഇതിന്റെ ഇടയിൽ മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈൻ. എന്നിട്ട് ഇവർ രണ്ടു കൂട്ടരും പറയും ആരെങ്കിലും വൻപാപം ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ, ശിർക്കല്ലാത്ത പാപമാണ് ഉദ്ദേശം, ശിർക്കും കുഫറും അല്ലാത്ത മറ്റേത് പാപം ചെയ്താലും ഖവാരിജികൾക്കിടയിൽ അവൻ കാഫിറാണ്. മുഅ്തസിലികൾ പറയുന്നത് അവൻ മുസ്ലിമും അല്ല കാഫിറിന്റെ ഇടയിലുള്ള ഫാസിഖാണ്. ഈ രണ്ടു കൂട്ടരും പറയുന്നു അങ്ങനെ തൗബ ചെയ്യാതെ അവൻ മരണപ്പെട്ടാൽ അവൻ കാലാകാലം നരകത്തിലാണ്. ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഈ മൂന്ന് കൂട്ടർക്കും എതിരാണ് ഈമാന്റെ വിഷയത്തിൽ നമ്മൾ അത് പഠിതാക്കളുടെ മുമ്പിലിടാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈമാൻ, മസലത്തുൽ ഈമാൻ, അത് സലഫുകൾ ആര് പറഞ്ഞിട്ടുണ്ട് പരിശോധിച്ച് നോക്കിയാൽ സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാ ഉള്ള മസലയാണ് മസലത്തുൽ ഈമാൻ. അതേ വാദമാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. മുർജിയാക്കളുടെ വാദം ഇബ്നു അബ്ദുൽ വഹാബിനില്ല, മുർജിയാക്കളുടെ വാദം സലഫുകൾക്കും ഇല്ല. മുഅ്തസിലികളുടെയും ഖവാരിജികളുടെയും വാദം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കില്ല. ആ വാദം സലഫുകളുടെ വാദവുമല്ല. പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ മസല മസലത്തുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിന്റെ അസ്മാഉ വസ്സിഫാത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിലപാട്, അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട്. നമുക്കറിയാം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എല്ലാവരും കേട്ടതാണ്. തൗഹീദിന്റെ 3 ഖിസ്മുകളിൽ ഒന്ന് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും സഹാബാക്കടക്കമുള്ള സലഫുകളുടെ നിലപാട്, ഇതിൽ അവർ ഇജ്മാ, രണ്ടഭിപ്രായമില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞോ അത് അല്ലാഹുവിനുണ്ട്, അല്ലാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. എങ്ങനെയെന്ന് നമുക്കറിയില്ല. അല്ലാഹുവിന് യദുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു, കൈയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു, അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അത് നമ്മുടെ അവയവമല്ല, നമ്മളപ്പോഴത്തെ അവയവമല്ല. അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറയൽ കുഫറാണ്. അള്ളാഹുവിന് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ രണ്ടെണ്ണാണ്. ഒന്ന് ഇസ്മ, രണ്ട് സിഫത്ത്, പേരും വിശേഷണവും. വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല പേരുകൾ ഉണ്ട് എന്നുള്ള പറഞ്ഞ ഉണ്ട് ഒന്നതാണ്. രണ്ട് വലഹു ഫലഹു അൽ മസലുൽ അഅല, അള്ളാഹുവിന് ഉന്നതങ്ങളായ വിശേഷണങ്ങളും ഉണ്ട്. അപ്പൊ അള്ളാഹുവിന് ഉണ്ട് എന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ രണ്ടെണ്ണാണ്, അസ്മാവും സിഫാത്തും, പേരുകളും വിശേഷണങ്ങളും. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് അള്ളാഹുവിന് അവയവം ഉണ്ട് എന്ന് പറയാൻ പാടില്ല, അത് കുഫറാണ്. അള്ളാഹു അവയവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞത് പേരും വിശേഷണമാണ്. അപ്പോൾ കൈ അള്ളാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ വിശേഷണം. അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ വിശേഷണം. അള്ളാഹുവിന്റെ കാലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷണമാണ്. അത് എങ്ങനെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. അള്ളാഹും അള്ളാഹു റസൂലും പറഞ്ഞത് അള്ളാഹുവിന്റെ ഉണ്ട്, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതിന്റെ കൈഫിയത്തിന്റെ ഇൽമ നമുക്കില്ല. അള്ളാഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്.
അതെങ്ങനെ നമുക്കറിയാം? നുസൂൽ അള്ളാഹിന്റെ വിശേഷണമാണ്. അള്ളാഹു വരും എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു വ്യക്തി ചോദിച്ചു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ, അള്ളാഹു അർശിന്റെ മുകളിലാണ് എന്ന്. എന്താണ് ഈ അർശിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ? മൽ ഇസ്തിവ അല്ലെങ്കിൽ കൈഫൽ ഇസ്തിവ? മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു അൽ ഇസ്തിവാഉ മഅലൂം. ഇസ്തിവ അറിയപ്പെട്ട കാര്യമാണ്. ഖുർആനിൽ വന്നതാണ്, ഹദീസിൽ വന്നതാണ്, സഹാബകൾ ഇജ്മാഅുള്ള കാര്യമാണ്. ഇസ്തിവ അല്ലാഹു അർശിന്റെ മുകളിലാണ് എന്നത്. വൽ കൈഫിയത്തു മജ്ഹൂല, അതിന്റെ രൂപം അറിയപ്പെടാത്തതാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ളൂ, അത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൈഫിയത്ത് നമുക്ക് അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അതുകൊണ്ട് തന്നെ അള്ളാഹു അർശിന്റെ മുകളിലാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അത് എങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്താണ്, പാടില്ല. എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ എന്നുള്ള പറഞ്ഞപ്പോൾ സഹാബകൾ ആരും സുബ്ഹാനോട് കൈഫസ്തവ എന്ന് ചോദിച്ചിട്ടില്ല. അവരൊക്കെ അംഗീകരിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളിലുള്ള അഹ്ലു സുന്നയുടെ നിലപാട് ഇതാണ്. അള്ളാഹുവിന് അള്ളാഹുവും അള്ളാഹു റസൂലും പറഞ്ഞതുണ്ട്, അത് അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്, അതെങ്ങനെ നമുക്കറിയില്ല. ഇതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അഖീദ, അസ്മാ വ സിഫാത്ത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ സലഫുകളുടെ അഖീദയിലാണ്, സഹാബാക്കളുടെ അഖീദയിലാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി നാം ഈ പറഞ്ഞതിൽ സലഫുകളുടെ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഭാഷ തേടുന്ന അർത്ഥം പറയണം. അതിന്റെ ഭാഷ തേടുന്ന അർത്ഥം പറയണം. ഹഖീഖത്തുൽ ലുഗവിയ്യ,
ഭാഷ തേടുന്ന അർത്ഥം പറയണം. കാരണം ശറഈൽ അള്ളാഹുവിന്റെ അസ്മാകൾക്കോ സിഫാത്തുകൾക്കോ പ്രത്യേക ഇസ്തിലാഹില്ല. ഭാഷയിൽ ഒരർത്ഥം, ശറഈൽ വേറൊരർത്ഥം, അങ്ങനെ രണ്ടർത്ഥം ഉണ്ടാവും. ഭാഷാർത്ഥവും സാങ്കേതിക അർത്ഥവും എന്ന് പറയാറുണ്ട്. ഇപ്പൊ അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ ലുഗയിൽ അദ്ദുആ, ഭാഷയിൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം. എന്നാൽ ശറഈന്റെ സാങ്കേതിക അർത്ഥം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് സലാത്ത് എന്ന് പറയുക, നിസ്കാരം. അപ്പോൾ ഭാഷാർത്ഥമുണ്ട്, ഇസ്ലാഹിയായ അർത്ഥമുണ്ട്. അപ്പോൾ ശറഈന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേക അർത്ഥമുണ്ടെങ്കിൽ അവിടെ ശറഅ് പറഞ്ഞ അർത്ഥമാണ് പറയേണ്ടത്. അള്ളാഹുവിന്റെ അസ്മാകൾക്കും സിഫാത്തുകൾക്കും ശറഅ് പ്രത്യേക അർത്ഥം പറഞ്ഞിട്ടില്ല. ശറഈൽ പ്രത്യേക അർത്ഥമില്ലാത്തടുത്ത് അവിടെ ഭാഷ തേടുന്ന അർത്ഥമാണ് പറയേണ്ടത്. ഇപ്പൊ അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹു സമീഅാണ്, സമീഅ കേൾക്കുന്നവൻ എന്ന ഭാഷാർത്ഥമാണ് വെക്കേണ്ടത്. അള്ളാഹു ബസീറ, അള്ളാഹു കാണുന്നവനാണ്, അപ്പൊ കാണുന്നവൻ എന്ന ഭാഷാർത്ഥമാണ് വെക്കേണ്ടത്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അപ്പൊ യൻസിലു അതിന് സാങ്കേതിക അർത്ഥമില്ല, അപ്പൊ ഭാഷാർത്ഥം എന്താണ്? ഇറങ്ങി വരും. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ റബ്ബും മലക്കുകളും സഫായി കൊണ്ട്, മലക്കുകളും നിന്റെ റബ്ബും വരുന്നതാണ്. ജാഅ, അപ്പൊ വരിക എന്നുള്ളതിന് സാങ്കേതിക അർത്ഥമില്ല. അപ്പൊ അള്ളാഹ് വരിക എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം വരിക എന്നാണ്. അപ്പൊ ഭാഷ തേടുന്ന അർത്ഥപ്പെടാം. യദുല്ലാഹി ഫൗക അയ്ദിഹിം യദുല്ലാഹ്, അള്ളാഹുവിന്റെ കൈ, യദിന് കൈ എന്ന ഭാഷാർത്ഥം. സാങ്കേതിക അർത്ഥം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഭാഷാർത്ഥം വെക്കണം. തജ്രീ ബി അയ്യുനിനാ, അള്ളാഹുവിന്റെ കണ്ണുകൾ. അപ്പൊ കണ്ണ് എന്നുള്ളതിന് ഭാഷാർത്ഥം, ഐന് എന്നതിന്റെ ഭാഷാർത്ഥം കണ്ണ് എന്നാണ്. സാങ്കേതിക അർത്ഥം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെതായി പറയപ്പെടുന്ന ഇസ്മുകളാവട്ടെ സിഫത്തുകളാകട്ടെ അതിന്റെ ഭാഷാർത്ഥം വെക്കണം എന്നതിൽ സലഫുകൾ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അഹ്ലുസുൽ ജമാഅത്തിന്റെ അഖീദ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലോ എന്ത് പറഞ്ഞാലും അഹ്ലുസുന്നത്ത് വൽ ജമാഅ സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഏകാഭിപ്രായത്തിൽ പറയുന്ന കാര്യം അത് അള്ളാഹുവിനുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹു ആരെയും പോലെയല്ല, അതുകൊണ്ട് അള്ളാഹുനൊന്നുമില്ലാന്നല്ല. വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളാണ്. അള്ളാഹു കേൾക്കുകയും കാണുകയും ചെയ്യും, പക്ഷെ ആരെയും പോലെയല്ല. മസ്അലത്തുൽ അസ്മാഇ വസിഫാത്ത് വിശദമായി പഠിക്കേണ്ട ഒരു മസ്അലയാണ്. ഒരാളെ അഹ്ലുസുന്നയും അഹ്ലുസുന്നത്ത് പുറത്താക്കുകയും ചെയ്യുന്ന പ്രധാന മസ്അലകളിൽ ഒന്നാണ് മസ്അലത്തുൽ അസ്മാഇ വസിഫാത്ത്. എന്നാൽ ഈ അഖീദയിൽ നിന്ന് പേച്ചു പോയ കുറെ ആൾക്കാരുണ്ട്, പുതിയ വാദങ്ങളുമായി വന്നിട്ട്. അതിൽ ചിലർ അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ അസ്മാകളെ പാടെ നിഷേധിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു അള്ളാഹുവിന്റെ അസ്മാകളും ഇല്ല, അള്ളാഹുവിന്റെ സിഫാത്തുകളും ഇല്ല, അള്ളാഹു ഉണ്ട്, അത്രേ ഉള്ളൂ. ഈ വാദവുമായി രംഗത്ത് വന്ന ടീമാണ് ജഹ്മികൾ. ജഹ്മ് ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന ആളിലേക്ക് ചേർത്ത് പറയുന്ന ഒരു ടീമാണ് ജഹ്മികൾ. അവർ പറയുന്ന അള്ളാഹുവിന്റെ ഇസ്മുല്ല സിഫത്തുല്ല, അള്ളാഹ് മൗജൂദാണ്, അത്രേ. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന അള്ളാഹിന്റെ പേര്, അള്ളാഹിന്റെ വിശേഷണങ്ങൾ അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്, അതൊന്നും അള്ളാഹുവിന്റെ ഇസ്മോ സിഫത്തോ അല്ല. മറ്റൊരു കൂട്ടർ രംഗത്ത് വന്നു. അവർ പറഞ്ഞു അള്ളാഹുവിന്റെ പേരുകളുണ്ട്, വിശേഷണങ്ങളില്ല. അവരാണ് മുഅ്തസിലുകൾ. അള്ളാഹു ഖദീറാണ്, ബിലാ ഖുദ്റ, ഖുദ്റത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് അലീമാണ്, ഇൽമുള്ള ആളാണ്. എന്നാൽ അലീം എന്ന പേര് പറയാം, ഇൽമ് എന്ന സിഫത്ത് പറയാൻ പറ്റൂല. അള്ളാഹു സമീഅാണ്, സമഉണ്ട് എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു ബസീറാണ്, ബസർ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാണുന്ന ആള് എന്ന പേരുണ്ട്, കാണുന്ന സിഫത്ത് അല്ലാന്ന് പറയാൻ പറ്റൂല. വിവരക്കേടാണ് അതൊക്കെ. ഇവിടെ ചർച്ച ചെയ്യേണ്ട അവസരമല്ല അത്. മൂന്നാമത്തെ ടീം അള്ളാഹുവിന് ചില പേരുകൾ, അള്ളാഹുവിന്റെ എല്ലാ പേരുകളെയും സ്ഥിരപ്പെടുത്തുകയും 7 വിശേഷണങ്ങളെ മാത്രം സ്ഥിരപ്പെടുത്തുകയും ബാക്കിയുള്ളവയെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തവർ അവരാണ് അശ്നരികളും മാതുരിദികളും. അശ്നരികൾ പറയുന്നത് അള്ളാഹുവിന് 7 സിഫത്തുകൾ
ആണ് അള്ളാഹുവിനെ വ്യാഖ്യാനിക്കാതെ തഅ്വീൽ ചെയ്യാതെ സ്ഥിരപ്പെടുത്തേണ്ടത്. ബാക്കി അള്ളാഹുവിന്റെ വിശേഷങ്ങളെ എല്ലാം വ്യാഖ്യാനിക്കണം, തഅ്വീൽ ചെയ്യണം എന്നാണ് അവിടെ വാദം. ഈ 3 വാദവും സലഫുകൾക്ക് ഇല്ലാത്ത വാദം. ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ 3 വാദത്തിനെതിരാണ് ഞാൻ. ജഹ്മികൾക്കെതിരാണ്, മുഅ്തസിലികൾക്കെതിരാണ്, അശ്അരി മാതുരീദികൾക്കെതിരാണ്. അപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പിഴച്ച ആളാണ്, മുത്തനാശയക്കാരനാണെന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് രംഗത്ത് വരുന്ന അശ്അരികളായ മാതുരീദികളായ സമസ്തക്കാരോടും തബ്ലീഗുകാരോടും നമുക്ക് ചോദിക്കാനുള്ളത്, അസ്മാഉ വസിഫാത്തിൽ ആരാണ് സലഫുകളുടെ കൂടെ? നിങ്ങൾ പറയുന്ന 7 സിഫത്തുകളെ മാത്രമേ സ്ഥിരപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് ഏത് സലഫാണ് പറഞ്ഞത്? ഏത് സഹാബിയാണ് പറഞ്ഞത്? ഏത് താബിഇയാണ് പറഞ്ഞത്? ഏത് തബഉ താബിഇയാണ് പറഞ്ഞത്? ഇമാം അബൂ ഹനീഫ പറഞ്ഞോ? ഇമാം മാലിക് പറഞ്ഞോ? ഇമാം ശാഫിഈ പറഞ്ഞോ? ഇമാം അഹ്മദ് ഹംബൽ പറഞ്ഞോ? ഇമാം ബുഖാരി നിങ്ങളുടെ അഖീദയിലാണോ? ഇമാം മുസ്ലിം നിങ്ങളുടെ അഖീദയിലാണോ? ഇമാം അബൂ ദാവൂദ് തിർമിദി നിങ്ങളുടെ അഖീദയിലാണോ? ആരാണ് നിങ്ങൾ പറഞ്ഞതുപോലെ 7 സിഫത്തുകളെ മാത്രം അംഗീകരിക്കുന്നുള്ളത്? ആദ്യ 3 തലമുറക്കാരിൽ ആരാണെന്ന് പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ആ 3 തലമുറക്കാരുടെ അഖീദയിലാണ്. അശ്ശരികൾ എന്ന് പറയുന്നവർ അല്ലാഹുവിന്റെ അസ്മാ വസിഫാത്തിൽ ഉപയോഗിച്ചു പോയവരാണ്. അവർ 7 സിഫാത്തുകളെ മാത്രമേ സ്ഥിരപ്പെടുത്തുകയുള്ളൂ. ബാക്കി എല്ലാ സിഫാത്തുകളെയും അവർ ദുർവ്യാഖ്യാനിക്കും. അശ്ശരികൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ രംഗത്ത് വന്ന ആധുനികരായ അശ്ശരികൾ അവരുടെ അഖീദ പരിശോധിച്ച് നോക്കിയാൽ 7 മസലകൾ, അടിസ്ഥാനപരമായ 7 മസലകൾ സഹാബാക്കൾ അടക്കമുള്ള സലഫുകൾ കുഫ്റാണെന്ന് ഇജ്മാഉള്ള മസലയാണ്. സഹാബാക്കൾ അടക്കമുള്ള സലഫുകൾ കുഫ്ർ എന്ന് വിധി കൊടുത്ത മസ്അലകൾ സ്വന്തം അഖീദയായി കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് ആര്? അശ്അരികൾ, മാതുരീദികൾ. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും തബ്ലീഗുകാരും അവരാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അഖീദ പേശ എന്ന് പറഞ്ഞിട്ട് രംഗത്തിരുന്നത്. നമ്മൾ വെല്ലുവിളിക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ അസ്മാ വസിഫാത്ത് എന്ന മസ്അലയിൽ സലഫുകളുടെ അഖീദയിലല്ലേയാണോ? നിങ്ങൾ പറഞ്ഞ അഖീദ സലഫുകളുടെ അഖീദയാണോ അല്ലേ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഈ രീതിയിൽ ദുർവ്യാഖ്യാനിച്ച് രംഗത്ത് വന്നപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് മറുപടി പറഞ്ഞു. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി 2 അടിത്തറകൾ അവിടെ സ്ഥാപിച്ചു. ഒന്ന്, അൽ ഖൗലു ഫിസ് സിഫാത്തി കൽ ഖൗലി ഫിൽ ദാത്ത്. ഈ 3 പേചകക്ഷികൾ, ജഹ്മികൾ, മുഅ്തസിലികൾ, അശ്അരികൾ, ഇവർ 3 പേരും അല്ലാഹ് ഉണ്ടെന്ന് പറയുന്നു. അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അല്ലാഹുവിന്റെ സിഫത്തുണ്ട് എന്ന് പറയൽ, വിശേഷണമുണ്ട് എന്ന് പറയൽ. എന്തുകൊണ്ട്? അല്ലാഹ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സ്ഥിരീകരിക്കുന്നത് ഇസ്ബാത്തു വുജൂദ, അല്ലാഹുവിന്റെ ദാത്ത് ഉണ്ട്. ഇസ്ബാത്തുൽ കൈഫിയത്തല്ല, ദാത്ത് എങ്ങനെയുണ്ട് എന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല. അല്ലാഹ് ഉണ്ടല്ലോ, എങ്ങനെ എന്ന് ആരും ചോദിച്ചിട്ടില്ല. എന്നതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ഉണ്ട്, ഇസ്ബാത്തുൽ വുജൂദാണ്, ഇസ്ബാത്തുൽ കൈഫിയത്തല്ല. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പാടില്ല, ബിലാ കൈഫ്. അതാണ് സലഫുകൾ ഇത്തിഫാഖൻ അയിമ്മത്തുകൾ എല്ലാവരും പറഞ്ഞൊരു വാചകമുണ്ട് അല്ലാഹുവിന്റെ സിഫാത്തുൽ വിഷയത്തിൽ, അമിർറുഹാ കമാ ജാഅത് ബിലാ കൈഫ്. ഖുർആനിലും ഹദീസിലും എങ്ങനെയാണോ അല്ലാഹുവിന്റെ ഇസ്മുകളും വിശേഷണങ്ങളും വന്നത് അതുപോലെ നിങ്ങൾ പറയുക, എങ്ങനെയെന്ന് പറയാൻ പാടില്ല. എങ്ങനെയെന്ന് പറയുന്നിടത്താണ് പലരും പയച്ചു പോയത്. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അള്ളാഹുവിന് വിശേഷണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. ഒരു കാര്യം, ഒരു ഖായിദ. രണ്ടാമത്തെ ഖായിദ, അൽ ഖൗലു ഫീ ബഅദി സിഫാത്തി കൽ ഖൗലി ഫിൽ ബഅദിൽ ആഖർ. അള്ളാഹുവിന് ചില സിഫത്തുകൾ ഉണ്ട് എന്ന് പറയാൻ മറ്റ് സിഫത്തുകളും ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്ത് ഒരാൾ സ്ഥിരപ്പെടുത്തിയാൽ അത് എന്തുകൊണ്ട് സ്ഥിരപ്പെടുത്തി എന്ന ന്യായം എല്ലാ സിഫത്തിനെയും സ്ഥിരപ്പെടുത്താനുള്ള ന്യായമാണ്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്തിനെ ദുർവ്യാഖ്യാനിച്ചാൽ, നിഷേധിച്ചാൽ അത് എന്തുകൊണ്ട് നീ ദുർവ്യാഖ്യാനിച്ചു, നിഷേധിച്ചു എന്ന ന്യായം ബാക്കി എല്ലാ സിഫാത്തുകളെയും നിഷേധിക്കാൻ, ദുർവ്യാഖ്യാനിക്കാനുമുള്ള ന്യായമാണ്.
ചിലതിനെ അംഗീകരിക്കുകയും ചിലതിനെ തള്ളാന്നുള്ളതിന് യോജിക്കില്ല. ഇത് അള്ളാഹുവിനുണ്ട്, ഇതില്ല, എന്തുകൊണ്ട് ഇതുണ്ട്, എന്തുകൊണ്ട് ഇതില്ല എന്ന് പറയണം. ഇതുണ്ട് എന്ന് പറഞ്ഞതെല്ലാം ഇല്ല എന്ന് പറഞ്ഞതിനെ ഉണ്ട് എന്ന് പറയാനുള്ള ന്യായം. ഇതില്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതും ഇല്ല എന്ന് പറയാനുള്ള ന്യായമാണ്. അള്ളാഹുവിന് കലാം എന്ന സിഫത്തുണ്ട്, അള്ളാഹുവിന് നുസൂൽ എന്ന സിഫത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ കലാം എന്തുകൊണ്ടുണ്ട്? അതന്നെയാണ് നുസൂൽ എന്നതും ഉണ്ട് എന്ന് പറയാനുള്ളത്. അശ്ലി പറയാം അള്ളാഹുവിന് കുദ്റത്തുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും അഹ്ലുസുന്ന സൃഷ്ടികൾക്ക് കുദ്റത്തില്ലേ? അപ്പൊ അള്ളാഹുവിന് കുദ്റത്തുണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് കുദ്റത്തുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ കുദ്റത്തും സൃഷ്ടികളുടെ കുദ്റത്തും ഒരേപോലെ ആവൂലേ? അപ്പോൾ അശ്ലീകൾ പറയും അങ്ങനെയല്ല, അള്ളാഹുവിന്റെ കുദ്റത്ത് പോലെയല്ല സൃഷ്ടികളുടെ കുദ്റത്ത്. അള്ളാഹുവിന്റെ കുദ്റത്ത് മുത്തലക്കൻ കുദ്റത്താണ്, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. സൃഷ്ടികളുടെ കുദ്റത്ത് അങ്ങനെയല്ല. അശ്ലീകൾ പറയും അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങൂല. എന്തുകൊണ്ട് ഇറങ്ങാത്തത്? ഇറങ്ങാന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ സിഫത്താണ്. സിഫത്തല്ലേ? അപ്പൊ നിങ്ങൾ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായ അള്ളാഹ് സ്ഥിരപ്പെടുത്തിയില്ലേ? അള്ളാഹുവിന് യോജിച്ചതിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ പറഞ്ഞ പോലെ അന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യോജിച്ചതിൽ ഇറങ്ങും എങ്ങനെയെന്ന് അറിയില്ല. എന്തുകൊണ്ട് ഇറങ്ങുമെന്ന് പറയുന്നത് നമ്മുടെ വക പറഞ്ഞതാണോ? അല്ല. റസൂൽ പറഞ്ഞു ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മസ്അലത്തുൽ അസ്മാഇ വസിഫാത്തിൽ സലഫുകളുടെ അഖീദയിലാണ്. എന്നാൽ സലഫുകൾ അഖീദയിൽ നിന്ന് പേച്ചു പോയ ആൾക്കാരാണ് മുഅത്തിലകൾ, മുശബ്ബിഹകൾ, മുഫവ്വിളകൾ. മൂന്ന് വാദമാണ് അല്ലാഹ് അസ്മാഇ വസിഫാത്തിൽ പേച്ച മൂന്ന് വാദങ്ങൾ. ഒന്ന് തഅതീൽ, അല്ലാഹുവിന്റെ ഇസ്മുല്ല സിഫത്തുല്ല നിഷേധിക്കൽ. രണ്ട് തശ്ബീഹ്, അല്ലാഹുവിന്റെ വിശേഷണങ്ങളും ഇസ്മുകളൊക്കെ സൃഷ്ടികളെ പോലെയാണ് എന്ന് പറയൽ. മൂന്നാം തഫ്വീദ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്ന് നിഷേധിക്കൽ. അള്ളാഹുവിന് എന്തുണ്ടെന്ന് പറഞ്ഞാലും അതെങ്ങനെ നമുക്കറിയില്ല, അള്ളാഹ് വിടുക. തഫ്വീദ് അള്ളാഹ് വിടുക, അർത്ഥം നമുക്കറിയില്ല, കൈഫിയത്ത് നമുക്കറിയില്ല. ഇത് മൂന്നും പേച്ചവാദങ്ങളാണ്. തഅതീല് നിഷേധിക്കുക എന്നുള്ളത് പേച്ചവാദമാണ്. തശ്ബീഹ്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളെ സിഫാത്തുകളുമായി സമപ്പെടുത്തല്, എന്താ പറയാ, താരതമ്യം ചെയ്യല്, അതും പേച്ചവാദമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം നമുക്കറിയില്ല, കൈഫിയത്തും നമുക്കറിയില്ല, അതെല്ലാം നമ്മൾ അള്ളാഹു വിട്ടു എന്ന വാദവും പേച്ചവാദമാണ്. സഹാബാക്കടക്കമുള്ള സലഫുകളുടെ അഖീദ അള്ളാഹുവിന്റെ സിഫാത്ത് വിഷയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹും അള്ളാഹു റസൂലും പറഞ്ഞതിന്റെ ഭാഷാർത്ഥം നമുക്കറിയാം, അത് അള്ളാഹുവിന്റെ യോജിച്ച രീതിയിലുണ്ട്. അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇതാണ് ശരിയായ വാദം. അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ അള്ളാഹു അള്ളാഹു റസൂലും പറഞ്ഞതിന്റെ ഭാഷാർത്ഥം നമുക്കറിയാം, അത് അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അള്ളാഹുവിനുണ്ട്, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല എന്ന്. ഇതിലും സഹാബ അടക്കമുള്ള സലഫുകൾ ഏകാഭിപ്രായം കൊണ്ട ഈ മസലയിലും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പേച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നിസ്കാരത്തിന് ശേഷം, ഭക്ഷണത്തിന് ശേഷം വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരത്തിനോട് പിരിയാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കാരത്തിന് മുമ്പ് പറഞ്ഞു വെച്ചത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദയാണ്.
അതിൽ സലഫുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇജ്മാ ഉള്ള മസ്അലയായി പരിചയപ്പെടുത്തി തന്ന ഏതാനും ചില മസ്അലകളാണ് നാം പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ മസ്അലത്തുൽ ഖദ്റാണ്. അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം എല്ലാവർക്കും അറിയുന്നത്. ഖദർ കൊണ്ടുള്ള ഉദ്ദേശം എല്ലാ കാര്യങ്ങളും, സൃഷ്ടികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ ഖദറിലാണ്, അള്ളാഹുവിന്റെ തഖ്ദീറിലാണ്. അൽ ഈമാനു ബിൽ ഖദർ എന്നുള്ളത് 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ്. ഒന്ന്, ഏതൊരു കാര്യവും അള്ളാഹുവിന് നേരത്തെ അറിയാം. ഉണ്ടാകാൻ പോകുന്ന ഏതൊരു കാര്യവും അള്ളാഹുവിന് നേരത്തെ അറിയാം. രണ്ടാമത്തേത്, ആ അറിയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇൽമുള്ള, രണ്ടാമത്തത് കിതാബത്തുള്ള, അള്ളാഹു അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് മശിയത്തുള്ള, ആ എഴുതി രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അള്ളാഹു എപ്പോഴാണോ ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശവുമായിട്ട് അതിന് ബന്ധമുണ്ട്. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങളാകട്ടെ, ആ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന് നേരത്തെ അറിയാം. ആ അറിയുന്ന കാര്യങ്ങൾ അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എഴുതി രേഖപ്പെടുത്തി അറിഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കണം, മശിയത്തുള്ള വേണം. നാലാമത്തേത് ഖൽഖുള്ള, അതിനെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ 4 കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈമാൻ ബിൽ ഖദർ പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൽ ഈമാനു ബിൽ ഖദർ വളരെ മുഖ്യമായ അർക്കാനുൽ ഈമാനിൽപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ പിഴച്ചുപോയ 2 കക്ഷികളുണ്ട്. ഒന്നിന് ഖദരികൾ എന്നാണ് പറയുക, ഖദറിനെ നിഷേധിക്കുന്നവർ എന്നാണ് ഒറ്റവാക്കിൽ ഇവരെ കുറിച്ച് പറയാറുള്ളത്. അതായത് സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് മശിയത്തില്ല എന്ന് പറയുന്നവരാണ് ഇവർ. ഇവരുടെ ആദ്യ തലമുറക്കാർ അള്ളാഹുവിന് അറിവന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടികൾ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം അള്ളാഹുവിന് പ്രവർത്തിക്കുന്നത് വരെ അറിയില്ല, പ്രവർത്തിക്ക് ശേഷമാണ് അള്ളാഹു അറിയുക എന്ന കുഫ്രൻ വാദം പറഞ്ഞവരായിരുന്നു ഇവരുടെ ആദ്യ തലമുറക്കാർ, ഖദരികൾ, മുഅ്തസിലിയാക്കൾ. പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് അതിന്റെ ആ വാദം എത്രത്തോളം ഗുരുതരമാണ് എന്ന് ബോധ്യപ്പെട്ട ശേഷം പിൽക്കാലക്കാർ അത് തിരുത്തി അള്ളാഹിന്റെ ഇൽമിനെ അംഗീകരിച്ചവർ അള്ളാഹുവിന്റെ മശീയത്തിനെ അവർ നിഷേധിച്ചു. ഒരുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളിൽ സൃഷ്ടാവിന് മശീയത്തില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ സൃഷ്ടാവ് നമ്മൾ തന്നെയാണ്. സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുടെ സൃഷ്ടാവ് സൃഷ്ടികൾ തന്നെ എന്ന വാദമാണ് ഖദരികളുടെ വാദം. അള്ളാഹു ഒരിക്കലും ഹറാം ഉദ്ദേശിക്കുകയില്ല, ഹറാമിനെ സൃഷ്ടിക്കുകയില്ല. അത് അള്ളാഹുവിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഹറാമായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റൂല എന്ന വാദവുമായിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഖദർ നിഷേധികളായത്. അള്ളാഹുവിന്റെ മശീയത്തിനെ അവർ നിഷേധിച്ചു കൊണ്ടത്. അള്ളാഹുവിന് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് ഇറാദത്തുൽ ശർഇയ്യ, 2 ഇറാദത്തുൽ കൗനിയ്യ. ഇറാദത്തുൽ കൗനിയ്യ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകണമെന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനം, അതാണ് ഇറാദ കൗനിയ്യ. ഈ ലോകത്ത് എന്തുണ്ടെങ്കിലും ഒന്ന് ആരുടെ തീരുമാനം പ്രകാരം ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ തീരുമാനം പ്രകാരം. ഇറാദത്തുൽ ശർഇയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും കൽപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾക്കാണ് ഇറാദ ശർഇയ്യ എന്ന് പറയുന്നത്. ഈമാൻ അള്ളാഹുവിന്റെ ശർഇയ്യായ ഇറാദത്താണ്. താഅത്തുകളെല്ലാം, പുണ്യപ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ശർഇയ്യായ ഇറാദത്തുകളാണ്. അത് അള്ളാഹു നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ട, കൽപ്പിച്ച, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ ശർഇയ്യായ ഇറാദത്തുകളും
കൗനിയിൽപ്പെട്ടു. എല്ലാ കൗനിയും ഷറഈയല്ല. കുഫർ കൗനിയായ അള്ളാഹുവിന്റെ തീരുമാനമാണ്, പ്രാപഞ്ചിക തീരുമാനം, ഷറഈയല്ല. എന്തുകൊണ്ട്? അള്ളാഹു കുഫറിനെ ഇഷ്ടപ്പെടുന്നില്ല, തൃപ്തിപ്പെടുന്നില്ല. അവിടെ കുഫർ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുമില്ല. അപ്പൊ അള്ളാഹു കൽപ്പിച്ച ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കാണ് എന്താ പറയാ ഇറാദ ശർഈയ. ഈ ഖദരികൾ, മുഅ്തസിലികൾ, അവർ ഇറാദ കൗനിയെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് അള്ളാഹുവിന്റെ ഇറാദത്തെല്ലാം ശർഈയ. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ അള്ളാഹു കൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഹറാമുകൾ അള്ളാഹു ഉദ്ദേശിച്ചതാണെന്ന് പറയുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഹറാമുകൾ അള്ളാഹുവിലേക്ക് തൃപ്തിപ്പെടാൻ പാടില്ല. ആ വാദം എന്തെന്ന് പറഞ്ഞു? അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിന് മശിയത്തില്ല. സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുടെ സ്രഷ്ടാവ് സൃഷ്ടികൾ തന്നെ. അവർ വഹിച്ചു പോയി ഖദരികൾ. അതായത് സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളെ ഇസ്ബാത്ത് ചെയ്യുന്ന വിഷയത്തിൽ അവർ ഓവറായി. മറ്റേ ടീം, രണ്ടാമത്തെ ടീം ജബരികളാണ്. ജബരികൾ എന്ന് പറയുന്നത് സൃഷ്ടികൾക്ക് ഒരു തീരുമാനമില്ല, എല്ലാം തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. നമ്മുടെ നാട്ടിലെ തബ്ലീഗുകാരും സമസ്തക്കാരും ജബരികളാണ്. എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മളൊന്നല്ല ചെയ്യുന്നത് മതി. നമ്മൾ മുജുബറാണ്, നമ്മൾ നിർബന്ധിപ്പിക്കപ്പെടുന്നവരാണ്. ആണ് ജബരിയത്ത് വാദം. നമ്മൾ കാറ്റിൽ പാറുന്ന അപ്പൂപ്പൻ താടി പോലെയാണ്. കാറ്റ് എങ്ങോട്ടേക്കാണോ വീശുന്നത് അങ്ങോട്ടേക്ക് അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറിപ്പോ. അപ്പുറവും ഇപ്പുറവും ഇരുന്ന് മരം മുറിക്കുന്ന രണ്ട് ആശാരിമാരുടെ കയ്യിലുള്ള വാള് പോലെയാണ്. ആശാരി അങ്ങോട്ടേക്ക് വലിച്ചാൽ വാൾ അങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വലിച്ചാൽ വാൾ ഇങ്ങോട്ടേക്ക് വരും. മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന മയ്യത്ത് പോലെയാണ് നമ്മൾ. മയ്യത്തിനെ കുളിപ്പിക്കുന്നവർ എങ്ങോട്ടേക്കാണോ പിടിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് തിരിയും മയ്യത്ത് എന്നതുപോലെ നമുക്ക് യാതൊരു ചോയ്സും ഇല്ല. എല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. നമ്മൾ മുജുബറാണ്, എല്ലാം ചെയ്യുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ ഒരു ഭാവമായി. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് അഹ്ലുസുന്ന. സലഫുകൾ, സഹാബാക്കടക്കമുള്ള സലഫുകൾ പറഞ്ഞു, നമ്മുടെ പ്രവർത്തനത്തിന്, അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ നമ്മൾ ബൈനൽ ഖദരിയ്യത്തി വൽ ജബരിയ്യ, ഖദരികളുടെയും ജബരികളുടെയും ഇടയിലാണ്. നമ്മൾ ഖദരിയുമല്ല ജബരിയുമല്ല. എന്താണ് നമ്മുടെ തീരുമാനം? നമ്മളുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവർ നമ്മളാണ്. ആ പ്രവർത്തനത്തിന്റെ സ്രഷ്ടാവ് അള്ളാഹുവാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്. അതിനെ സൃഷ്ടിക്കുന്ന അള്ളാഹുവാണ്, ചെയ്യുന്ന ആള് നമ്മളാണ്. ഇതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അഖീദ അദ്ദേഹത്തിന്റെ കിതാബിൽ സ്ഥാപിക്കുന്നുണ്ട്. ഞാൻ എന്തല്ല, ഖദരിയുമല്ല ജബരിയുമല്ല. ആ വിഷയത്തിലും ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സലഫുകളുടെ പക്ഷത്താണ്, അഹ്ലുസുന്നയുടെ കൂടെയാണ്. നാലാമത്തെ മസ്അല വഈദുല്ലാഹ്, അള്ളാഹുവിന്റെ താക്കീദ്. അള്ളാഹു അടിമകൾക്ക് ഒരുപാട് കാര്യങ്ങൾ വാഅദ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വഈദ്, താക്കീദ് ചെയ്യുന്നുണ്ട്. വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, ഇന്നത് ചെയ്താൽ ഇന്ന കൂലിയുണ്ട്, സ്വർഗമുണ്ട്. വഈദ് എന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്താൽ ഇന്ന കുറ്റമുണ്ട്, ഇന്ന ശിക്ഷയുണ്ട്. താക്കീദ്, വഈദ്. വഈദിന്റെയും വിഷയത്തിൽ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സലഫുകളുടെ കൂടെയാണ്. അള്ളാഹു വഅദ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വഈദ് ചെയ്തിട്ടുണ്ട്. രണ്ടിനെയും അഹ്ലുസുന്ന അംഗീകരിക്കുന്നു. വഈദിന്റെ വിഷയത്തിൽ മാത്രം, വഈദിനെ മാത്രം എടുത്ത ആൾക്കാരാണ് വഈദികൾ, ഖവാരിജികൾ. അവര് പറയുക, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ കാഫിറാണ്. നേരത്തെ പറഞ്ഞില്ലേ, വൻഭവം ചെയ്താൽ കാഫിറാണ്. അവരെന്ത് ചെയ്തു? വഈദിന്റെ ആയാത്തുകൾ മാത്രം എടുത്തു. ഇന്ന ചെയ്താൽ ഇന്ന കുറ്റമുണ്ട്, ഇന്ന കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്, നരകമുണ്ട് എന്നുള്ളത് മാത്രം എടുത്തു. എന്തെടുത്തില്ല? അള്ളാഹുവിന്റെ റഹ്മത്ത്, മഗ്ഫിറത്ത് പോലുള്ള ആയത്തുകളൊന്നും എടുത്തില്ല. അവർ മരിച്ചുപോയി. രണ്ടാമത്തെ കൂട്ടർ മുർജികളാണ്. മുർജികൾ അവർ വഈദിന്റെ ആയാത്തുകൾ മാത്രം എടുത്തു,
അതിന്റെ അഹദീസുകൾ മാത്രം എടുത്തു. വാഗ്ദാനം ചെയ്യുന്ന പാവമോചനമുണ്ട്, അള്ള പുറത്തു തരും, അള്ള കൃപയുള്ള ആളാണ്, മാത്രം തെറ്റ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. തെറ്റ് ചെയ്താലൊന്നും ഒരു പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ ഫുസാക്കുകൾ, തമ്മാടികളുള്ള ഗ്രൂപ്പാണ് മുർജിയാക്കൾ. കാരണം തെറ്റ് ചെയ്താലൊന്നും ഈമാൻ ബാധിക്കൂല. എല്ലാവരും എത്ര ഹറാം ചെയ്താലും കാമിലുൽ ഈമാനാണ്, ഈമാൻ പൂർണ്ണമായുള്ള ആളാണ്. ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ വഈനിയുമല്ല മുർജിയുമല്ല, നിങ്ങൾ ബൈനൽ വഈനിയ്യത്തി വൽ മുർജിയ, മുർജിയാക്കളുടെയും വൈദികളുടെ ഇടയിലാണ്. രണ്ടിനെടുക്കും. അത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അടുത്ത മസ്അല, അഞ്ചാമത്തെ മസ്അല, മസ്അലത്തു സഹാബ. സഹാബാക്കളുടെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ, സഹാബാക്കൾ എല്ലാവരും നീതിമാന്മാരാണ്, അവരെ സ്നേഹിക്കണം, ആരെയും മികയ്ക്കാൻ പാടില്ല, താഴ്ത്താൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, അവരുടെ പേര് കേൾക്കുമ്പോൾ തർലിയത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം, ദുആ ചെയ്യണം. അവരെല്ലാവരെയും ഒരേപോലെ കാണും. സഹാബാക്കളുള്ള സ്നേഹം ഈമാനാണ്, ഇഹ്സാനാണ്. സഹാബാക്കളെ വെറുക്കൽ കുഫ്റാണ് എന്നൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറയുന്നത്. ആ വിഷയത്തിൽ ഞാനും അതേ വാദക്കാരൻ. സഹാബാക്കൾ വിഷയത്തിൽ പഴച്ചു പോയ ആൾക്കാരുണ്ട്. ഒന്ന് ഖവാരിജികളാണ്. ഖവാരിജികൾ ഒരുപാട് സഹാബാക്കളെ കാഫിറാക്കി. രണ്ടാമത്തത് റാഫിദിയാക്കളാണ്. റാഫിദിയാക്കൾ ആലുൽ ബൈത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുൽ ബൈത്തിനെ മാത്രമേ അംഗീകരിക്കുള്ളൂ. പലരെയും കാഫിറാക്കിയവരാണ് റാഫിദിയാക്കൾ. നാസിബിയാക്കൾ മൂന്നാമത്തെ ടീം, അവർ അഹ്ലുൽ ബൈത്തിന് എതിരാണ്. അഹ്ലുൽ ബൈത്തിന്റെ ശത്രുക്കൾ, റസൂലുള്ളാഹിയുടെ കുടുംബത്തെ അംഗീകരിക്കില്ല, ബാക്കി എല്ലാ സഹാബാക്കളെ അംഗീകരിക്കും. അങ്ങനെ ചില സഹാബാക്കളെ കാഫിറാക്കുക, ചിലരെ അംഗീകരിക്കാതിരിക്കുക പോലുള്ള പേച്ച നിലപാടാണ് ഈ മൂന്ന് ടീമിനുള്ളത്. ഖവാരിജികൾ, റാഫിദിയാക്കൾ, നാസിബിയാക്കൾ. ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു, ഞാൻ എല്ലാ സഹാബാക്കളെയും സ്നേഹിക്കുന്നു. ഹുബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വമവദ്ദത്തുൽ ഖുർബാ ബിഹാ തവസ്സലു. ലാമിയയിൽ ശൈഖ് സയ്യിദ് തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു. അതാണ് നമ്മുടെ അഖീദ. അപ്പോൾ മസലത്തു സഹാബയിലും ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സലഫുകളുടെ അഖീദയിലാണ്. അതന്നെ മസലത്തുൽ അസ്മാ വസിഫാത്ത് വിശദീകരിച്ച് പറഞ്ഞു. ഇതൊക്കെ അടിസ്ഥാനപരമായ മസ്അലകളാണ്. അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അവും എതിരായ അഹ്ലുസുന്ന സലഫുകൾ ഇജ്മാ ഉള്ള അഹ്ലുസുന്നയുടെ മസ്അലകളാണ് ഈ മസ്അലകൾ. വളരെ പ്രധാനപ്പെട്ട മസ്അലകളാണ്. ഏഴാമത്തെ മസ്അല, മസ്അലത്തു ഖൽഖിൽ ഖുർആൻ. ഖുർആൻ സൃഷ്ടിയാണോ ഇല്ലയോ എന്ന വിഷയത്തിലുള്ള ചർച്ച. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ്, ഇത് സൃഷ്ടിയല്ല. സലഫുകളുടെ അഖീദ. ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ്. അല്ലാഹുവിന്റെ സംസാരം അല്ലാഹുവിന്റെ വിശേഷണമാണ്, അത് സൃഷ്ടിയല്ല. എന്നാൽ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ വിഷയത്തിൽ പയച്ചു പോയ കുറെ കൃഷി രംഗത്ത് വന്നിരുന്നു ജഹ്മികൾ. ഖുർആൻ സൃഷ്ടികളാണ് എന്ന് പറയുന്നവരാണ്. മുഅ്തസിലികൾ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്നവരാണ്. അശ്അരികൾ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്നവരാണ്. അശ്അരികൾ ഷോർട്ടായി പറഞ്ഞാൽ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറയും, വിശദീകരിച്ച് പറഞ്ഞാൽ ഖുർആൻ സൃഷ്ടിയാണെന്ന വാദങ്ങൾ എത്തും. ഈ കൂട്ടത്തിൽ ഏറ്റവും മോശമുള്ള ടീം അശ്അരികളാണ്. കാരണം അശ്അരികൾ ഇപ്പൊ നമ്മള് ജഹ്മിയത്തിനെ സ്വീകരിക്കൂല, ജബരിയത്തിനെ സ്വീകരിക്കൂല, ഇർജായിനെ സ്വീകരിക്കൂല. അത് ഒറ്റക്ക് വന്നാൽ തന്നെ ഈ പേറ്റ ടീമിനെ നമ്മൾ അംഗീകരിക്കൂല. എന്നാൽ ഇതെല്ലാം അടങ്ങിയതാണ് അശ്അരിയത്ത്. ഒരുപാട് വൈശിഷ്ട്യങ്ങൾ ഒന്നിച്ചുകൂടി ഒരു വൈശിഷ്ട്യ കൊട്ടയാണ് അശ്അരിയത്ത്. ദലാലത്ത് മാത്രമല്ല, ഒരുപാട് ദലാലത്തുകളുള്ള പേച്ച ടീമാണ് അശ്അരിയത്ത്. അശ്അരികളോട് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയും. സംസാരിച്ചു പോയി കഴിഞ്ഞാൽ, അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അതിട്ടുണ്ട്, അശ്അരി ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ട് ഖുർആൻ സൃഷ്ടിയാണെന്ന്. ജഹ്മി വാദമാണ്. പല വിഷയത്തിലും ജഹ്മികളോട് സംശയമുള്ളവരാണ് അശ്അരികൾ. ജഹ്മികൾ കാഫിറാണെന്ന വിഷയത്തിൽ സലഫുകൾ ഇജ്മാഅ്. ജഹ്മികൾ കാഫിറാണെന്ന വിഷയത്തിൽ സലഫുകൾ ഇജ്മാ ഉണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇജ്മാ ഉള്ള ഏകാഭിപ്രായ മസ്അലയാണ് ജഹ്മികൾ കാഫിറാണ്. ആ കാഫിറായ ജഹ്മി ടീമിന്റെ പല വാദങ്ങളും പേര് നടക്കുന്നവരാണ് അശ്അരികൾ. പിന്നെ പലതിലും മുഅ്തസിലാക്കളിൽ നിന്നും പലതും എടുത്തിട്ടുണ്ട്. മുഅ്തസിലാക്കൾക്കെതിരെ രംഗത്ത് വന്ന ആൾക്കാരാണ് അശ്അരികൾ. എന്നാൽ പക്ക മുഅ്തസിലികളാണ് അവർ. മറ്റൊരർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ എതിരാണെങ്കിൽ പോലും അവർ ഇഅ്തിസാലി അഖീദ പേറുന്നവരാണ്.
അവിടെ പല പണ്ഡിതന്മാരും എഴുത്താലയത്തെ സമർത്ഥിച്ചിട്ടുണ്ട്. എഴുത്താലയ മോചത്തിലെ ഗ്രന്ഥങ്ങളിലുള്ള പല ഉസൂലുകളും സ്വന്തം ഉസൂലുകളായി സ്വീകരിച്ചിട്ടുണ്ട് അശ്വരികൾ. ഷെയ്ഖ് ഹുസൈൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഖുർആന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ സംസാരം അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫുണ്ട്, അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമുണ്ട്, സൗണ്ടുണ്ട്. ഇതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. അതിൽ പഠിച്ചു പോയ കുറെ ടീമുണ്ട്. ഒന്ന്, ഞാൻ ഓതുന്ന ഖുർആൻ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അൽ ഖുർആൻ മഖ്ലൂഖുൻ ഔ ഗൈർ മഖ്ലൂഖ് എന്ന് പറയുന്നവരുണ്ട്. അൽ ഖുർആൻ മഖ്ലൂഖുൻ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ കുറെ പേച്ചു പോയ ടീമുണ്ട്. ഇതൊക്കെ ഉസൂലുൽ എഴുത്തിക്കാദിന്റെ വിഷയത്തിലുള്ള ഉസൂലിയായ മസ്തലകളാണ്. ഈ മസ്തലകളൊക്കെ, ഈ ഞാൻ പറഞ്ഞ ഈ മസ്തലകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സലഫുകളുടെ കൂടെയാണ്, ഖുർആന്റെയും സുന്നത്തിന്റെയും കൂടെയാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പേച്ചതാണ് എന്ന് പറയുന്നവർ, അവർക്ക് അവരുടെ ഈ അഖീദ, ഈ പറയപ്പെട്ട ഉസൂലുകളിൽ, ഉസൂലിയായ ഏറ്റികാദിയായ മസ്തലകളിൽ ഖുർആനും സുന്നത്തും കാണാൻ കഴിയില്ല. സലഫുകൾ ആരുടെയും കൂടെ കൂട്ടാൻ അവർക്ക് സാധിക്കുകയില്ല എന്നതാണ് പറയുന്നത്. പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പരിശോധിക്കാനും പഠിക്കാനും വേണ്ടിയാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞത് കിതാബ് ഉദ്ധരിച്ചിട്ട് സമർത്ഥിക്കലല്ല ഉദ്ദേശം. അത് നിങ്ങൾ സമയവുമില്ല, അതിലേക്ക് വിരൽ ചൂണ്ടുകൾ മാത്രം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാനുള്ള അവസരം. ഈ മസലകളൊക്കെ പഠിച്ചു നോക്കുക. ഈ അബ്ദുൽ വഹാബിന്റെ അഖീദയും സലഫുകളുടെ അഖീദയും പഠിച്ചു നോക്കിയാൽ ഈ മസലകളൊക്കെ നമുക്ക് ബോധ്യപ്പെടും. അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പക്ക സലഫിയാണ്, സലഫുകളുടെ അഖീദയിലാണ്. ഇതിന്റെ ഉസൂലുൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ അത് വിശദീകരിക്കുന്നുണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിന്റെ അഖീദകൾ പറയുന്നു. ഇതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദയിൽ പൂർണ്ണമായും സലഫുകളുടെ അഖീദയിലാണ്. അല്ല എന്ന് പറയുന്നവർ എന്തിലല്ല, എന്തുകൊണ്ടല്ല, ആ വിഷയത്തിൽ സലഫുകളുടെ അഖീദ എന്ത്, ഇബ്നു അബ്ദുൽ വഹാബിന്റെ അഖീദ എന്ത് എന്ന് സലഫുകളുടെ ഗ്രന്ഥവും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥവും മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞേട്ടെ, നമുക്കപ്പോൾ പഠിക്കാം. അല്ല എന്ന് പറയുന്നവർ കള്ളം ആരോപിക്കരുത്. വിധേയങ്ങളുടെ സ്വഭാവം കള്ളം ആരോപിക്കലാണ്. കള്ളം ആരോപിക്കുക എന്നുള്ളത് അവരുടെ മദ്ഹബാണ്. ഗ്രന്ഥങ്ങളിൽ പറയില്ല, ഗ്രന്ഥങ്ങളുടെ പേര് പറയില്ല, ഗ്രന്ഥങ്ങളിലേക്ക് മടക്കുകയില്ല, മറിച്ച് കള്ള ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. അപ്പൊ അങ്ങനെ പറയുന്നവരോടുള്ള നമ്മുടെ വെല്ലുവിളിയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ സലഫുകളുടെ അഖീദയല്ല എങ്കിൽ ഏത് അഖീദയല്ല, എന്തുകൊണ്ടല്ല? സലഫുകളുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് കണ്ടില്ലേ, സലഫുകൾ ഇന്നതാണ് പറയുന്നത്, ഇതിന് വിപരീതമായി വിഭിന്നമായാണ് ഇന്ന കിതാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത് എന്ന് കാണിക്കട്ടെ. ഇലാ യൗമിൽ ഖിയാമ ഇബ്രാഹിംക്ക് സാധിക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നിശ്ചയിച്ച വിഷയം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടികൾ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സലഫി ദഅവത്തുമായി രംഗത്ത് വരുമ്പോൾ സൗദി അറേബ്യ, അന്ന് സൗദി അറേബ്യ എന്ന പേരില്ല, സൗദി അറേബ്യ ഇല്ല. സൗദി അറേബ്യ എന്ന് പറയുന്ന ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള പല നാടുകളും പലരും ഭരിച്ചുകൊണ്ടിരുന്ന, നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന നാടുകളാണ്. അതില് മക്ക, മദീന, ജിദ്ദ പോലുള്ള ഏതാനും ചില നാടുകൾ മാത്രം ഉസ്മാനിയ ഭരണത്തിന്റെ കീഴിലായിരുന്നു. മറ്റു പല നാടുകളും നജ്ദ്, റിയാദ്, അതൊക്കെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രംഗത്ത് വരുമ്പോൾ ശിർക്കും കുഫറും തഴച്ചു വളരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന് നാടുകൾ ഉണ്ടായിരുന്നത്. ഖബറാരാധന, വിഗ്രഹാരാധന, മരത്തെ ആരാധിക്കുക, കല്ലിനെ ആരാധിക്കുക, അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, വസ്തുക്കളെ ആരാധിക്കുന്ന സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാര്, മുസ്ലിങ്ങൾ നാമധാരികളായ ആൾക്കാർ, റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്ന, റസൂലുള്ളാഹിന്റെ ദീനെ കളിയാക്കുന്ന, തനിച്ച ശിർക്കും കുഫ്റും ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവോത്ഥാന പോരാട്ടം തുടങ്ങുകയും
സലഫിയത്തും തൗഹീദും ഉമ്മത്തിന് പറഞ്ഞു കൊടുത്ത് രംഗത്ത് വരികയും ചെയ്തപ്പോൾ വലിയ മാറ്റം അന്ന് നാട്ടിലുണ്ടായി. അന്നുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ സഊദും ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയും കൂടി വലിയ മാറ്റം അന്നുണ്ടാക്കി. അതിനെ തുടർന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സലഫി അഖീദയിലേക്കുള്ള ക്ഷണത്തെ എല്ലാവരും സ്വീകരിച്ചു. വലിയ വലിയ പണ്ഡിതന്മാരെ സ്വീകരിച്ചു. വലിയ മാറ്റം ഉണ്ടായി. എന്നാൽ സ്വീകരിക്കാതിരുന്ന അന്നുണ്ടായിരുന്ന ചില ഷാഫി അശ്അരി പണ്ഡിതന്മാരും അവരെ പിന്താങ്ങുന്ന ആൾക്കാരും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ ഒരുപാട് കള്ള ആരോപണങ്ങൾ നടത്തി. ഗ്രന്ഥങ്ങൾ വരെ എഴുതി. മക്കയിലെ അന്നുണ്ടായിരുന്ന ഷാഫി മദ്ഹബുകാരനായ അറിയപ്പെട്ട അശ്അരി പണ്ഡിതനാണ് മുഹമ്മദ് സൈനി ദഹ്ലാനി. അയാൾ അന്ന് തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്ക് കള്ളാരോപണങ്ങൾ കത്ത് റിസാലകൾ എഴുതിയിരുന്നു. അതുപോലെ പല ആൾക്കാരും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എതിരെ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു. പലതിനും ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ മറുപടി പറഞ്ഞിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദയും മൻഹജും ദഅവത്തൊക്കെ വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ അതിനടുത്ത ഗ്രന്ഥങ്ങൾ 3 ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 10-ലേറെ ഗ്രന്ഥങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ അഖീദ വിശദീകരിക്കുന്ന, മൻഹജ് വിശദീകരിക്കുന്ന, ദഅവത്ത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊന്ന് സാലിഹുൽ ഫൗസാൻ ഹഫിദുള്ളാഹിയുടെ കിതാബാണ്. മിൻ ആലാമിൽ മുജദ്ദിദീൻ എന്ന് പറഞ്ഞ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇതിൽ ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ, ഇദ്ദേഹത്തിന്റെ അഖീദ, ഇദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ അഖീദ, അദ്ദേഹത്തിന്റെ അഖീദ, അതിന്റെ ഫിഖ്ഹ് എല്ലാം ഷോർട്ടായി വിശദീകരിക്കുന്നു. ചെറിയ ഗ്രന്ഥം. അതും ഇബ്നു അബ്ദുൽ വഹാബിന്റെ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ നിന്നും അവരുടെ മക്കളും ശിഷ്യന്മാരൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു ഉദ്ധരിച്ചുകൊണ്ടുള്ള ചെറിയ കിതാബാണ്. അതേപോലെ തന്നെ ദുക്തൂർ അബ്ദുൽ മുഹ്സിൻ ഇബ്നു മുഹമ്മദ് അൽ ഖാസിം എന്ന് പറയുന്ന മദീനയുടെ ഖതീബ് ആയ പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ കിതാബാണ് തർജുമത്തുൽ ഇമാം ദഅവ അശ്ശൈഖ് മുഹമ്മദ് ബിൻ വഹാബ് തൈമൂമി എന്ന് പറയുന്ന കിതാബ്. ഇതിലും വളരെ വിശദമായി തന്നെ ആരാണ് അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ പേര്, കുടുംബം, അദ്ദേഹത്തിന്റെ സാഹചര്യം, നാട്ടുകാരുടെ സാഹചര്യം, ദഅവത്തിന്റെ രീതി, അദ്ദേഹത്തെ സ്വാധീനിച്ച പണ്ഡിതന്മാർ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. തെളിവ് സഹിതം. ഇത് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഇതിലുള്ളത്. ഒട്ടുമിക്ക ആരോപണങ്ങൾക്ക് ഇദ്ദേഹത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ മറ്റു പല ഗ്രന്ഥങ്ങളും അന്നേ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ദഅവത്തിനെതിരെ സംസാരിച്ച ആൾക്ക് അന്നേ പണ്ടേ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ, മറുപടി ഗ്രന്ഥങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്, സുലഭമായി ലഭ്യമാണ്. അത് വായിച്ചാൽ തിരിയുന്ന കാര്യം. അതിന് പിന്നീട് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവത്ത് ഒന്നാകെ വ്യാപിച്ചപ്പോൾ, ലോകത്തെ എല്ലായിടത്തും വ്യാപിക്കുകയും എല്ലാവരും സ്വീകരിക്കുകയും ചെയ്തപ്പോൾ സലഫി ദഅവത്തിന്റെ ശത്രുക്കൾ ശക്തമായി അതിനെതിരെ രംഗത്ത് വന്നു. പല കള്ള ആരോപണങ്ങളും നടത്തി. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ സലഫുകളുടെ അഖീദയല്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന പല ആശയങ്ങളും പുത്തനാശയങ്ങളാണ്. ഖുർആനും സുന്നത്തിനും പേജില്ലാത്തതാണ്. ഇന്ന വിഷയത്തിൽ അദ്ദേഹം പയച്ചു പോയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞ ഒന്ന്, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹോദരൻ തന്നെ അദ്ദേഹത്തിന്റെ അഖീദക്കെതിരെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞ ഒരു വാദാതാണ്. അതിന് ഉലമാക്കൾ പറഞ്ഞ മറുപടി, സഹോദരൻ എതിർത്തു എന്നത് കൊണ്ട് ഒരാൾ അഖീദ പയച്ചു പോകുന്നില്ല. സഹോദരനെതിരായി എന്നുള്ളത് കൊണ്ട് ഒരാളുടെ അഖീദ ഒരിക്കലും പയച്ചു പോവുകയില്ല. അങ്ങനെ സഹോദരന്മാരോ ഉപ്പയോ ഉമ്മയോ എതിരായി എന്നതുകൊണ്ട് ഒരാളുടെ അഖീദ പയച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ കുടുംബക്കാർ എതിരായത് കൊണ്ട് ഒരാളുടെ അഖീദ പയച്ചു പോയെങ്കിൽ, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മക്കളെതിരാണ്, ഭാര്യ എതിരാണ്, ഉപ്പയും ഉമ്മയും എതിരാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ മൊത്തം റസൂലുള്ളാഹിക്ക് എതിരായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ അഖീദ പയച്ചതെന്ന് പറയുന്നത് അതൊരിക്കലും ന്യായമല്ല. അനിയനെ വെച്ചു പോയി. ഏട്ടന്റെ ശരിയായ അഖീദ അനിയന് മനസ്സിലായിട്ടില്ല. അനിയൻ പേച്ച അഖീദയിലാണ് എന്നാണ് അതിനർത്ഥം.
അല്ലാണ്ട് അനിയനെതിരായത് കൊണ്ട് ഏട്ടന്റെ അക്കീത വെച്ചു ഇത് നേരെ തിരിച്ചു പറഞ്ഞോട്ടെ. അനിയന്റെ അക്കീതക്കെതിരാണ് ഏട്ടൻ, അതുകൊണ്ട് അനിയന്റെ അക്കീത വെച്ചത് നമുക്ക് തിരിച്ചു പറഞ്ഞോട്ടെ. അതൊക്കെ ദുർന്യായങ്ങളാണ്, ചെറിയ ന്യായങ്ങളാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം സഹോദരന്റെ പേര്. അദ്ദേഹം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേച്ച അഖീദകൾക്ക് എതിരായിക്കൊണ്ട്, നിലപാടുകൾക്ക് എതിരായിക്കൊണ്ട് കിതാബ് എഴുതിയ അസ്സവായിഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ എന്നാണ് കിതാബിന്റെ പേര് എന്നാണ് ഇവർ പറയാറുള്ളത്. അസ്സവായിഖുൽ ഇലാഹിയ്യ, ദൈവിക ഇടിമിന്നലുകൾ, ഫി റദ്ദി അലൽ വഹാബിയ്യ, വഹാബികൾക്ക് എതിരെയുള്ള മറുപടിയായിട്ട് എന്നാണ് കിതാബിന്റെ പേര്. പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന്, സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന്, സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിനിട്ട പേര് തന്നെ അതിനെതിരാണ്. അസ്സവായിഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ. വഹാബ് ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഉപ്പയാണ്. മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ സുലൈമാൻ ആർക്കാണ് മറുപടി പറയുന്നത്? സ്വന്തം ഉപ്പാക്കാണ് മറുപടി പറയുന്നത്. വഹാബിയ്യ എന്ന് പറയുമ്പോ സുലൈമാന്റെ ഉപ്പയാണ് ആര്? അബ്ദുൽ വഹാബ്. മുഹമ്മദിന്റെ ഉപ്പ അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ്. ഉപ്പാക്കെതിരെ, ഉപ്പാന്റെ പേരിനെ മോശമാക്കിക്കൊണ്ട് ഒരിക്കലും എന്തേതില്ല. അപ്പോൾ അനിയനെതിരെ അല്ലെങ്കിൽ ഏട്ടനെതിരെ മറുപടി എന്തേതുള്ളൂ? അസ്സവായിഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ മുഹമ്മദിയ്യ എന്ന് എഴുതുന്നുണ്ട്. മുഹമ്മദിയ എന്ന് എഴുതാൻ കഴിയില്ല. ഒന്നത്. രണ്ടാമത്തേത്, വഹാബികൾ എന്ന പ്രയോഗം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് മരണപ്പെട്ടിരുന്നു. അതിനു ശേഷമാണ് വഹാബികൾ എന്ന പ്രയോഗം സലഫികൾക്കെതിരെ ശത്രുക്കൾ ഉണ്ടാക്കിയത്. അതുവരെ വഹാബികൾ എന്ന പ്രയോഗമില്ല. അപ്പോൾ അസ്സവായിഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ എന്നുള്ള ആ വഹാബിയ എന്ന പ്രയോഗം പിന്നീട് ആരോ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ ഗ്രന്ഥം സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബിന്റേതല്ല. ഇനി ആണ് എന്ന് കൂട്ടിയാൽ തന്നെ പണ്ഡിതന്മാർ എഴുതി, അസ്സവായിഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ എന്ന കിതാബ് സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബിന്റേതാണ് എന്ന് സമ്മതിച്ചാൽ തന്നെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ സഹോദരൻ സുലൈമാൻ അവസാനം മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഇല്ലാതെ ഇദ്ദേഹം എന്തിനാണോ റദ്ദ് ചെയ്തത് അതിലേക്ക് ഇദ്ദേഹം മടങ്ങി പറയുമ്പോൾ അത് ഇല്ലാതായി. മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ എഴുത്തുകൾ പല പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്നുണ്ട്. പല പണ്ഡിതന്മാരും സുലൈമാൻ അബ്ദുൽ വഹാബ് അവസാനം തന്റെ സഹോദരന്റെ അഖീദയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തുകൾ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം സുലൈമാൻ അബ്ദുൽ വഹാബ് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഴുതിയ ഗ്രന്ഥം ഇല്ലാതായി. അപ്പോൾ ഈ ഗ്രന്ഥം എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് ഈ വിധേയുള്ള സ്വഭാവമാണ്. അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അസ്സവായിഖുൽ ഇലാഹിയ്യ എന്ന ഗ്രന്ഥവുമായി വിധേയികൾ നിങ്ങൾ വരേണ്ടതില്ല, അത് നിങ്ങൾക്ക് തെളിവല്ല. രണ്ടാമത്തെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെയുള്ള ഇവരുടെ ആരോപണം, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാനിയ ഖിലാഫത്തിനെ അട്ടിമറിച്ചു. മുഹമ്മദ് ബിൻ സൗദിന്റെ കൂടെ ഉസ്മാനിയ ഖിലാഫത്തിനെ അട്ടിമറിച്ച് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നിട്ടാണ് സൗദി രാഷ്ട്രം സ്ഥാപിച്ചത് എന്ന്. ഇത് പച്ചക്കള്ളമാണ്. ഇന്നത്തെ സൗദി അറേബ്യ ഉസ്മാനിയ ഭരണത്തിന്റെ കീഴിലായിരുന്നത് സൗദി അറേബ്യയിലെ മക്ക, മദീന, ജിദ്ദ പോലുള്ള നാടുകൾ മാത്രമാണ്. മുഹമ്മദ് ബിൻ സൗദ് തന്റെ പടയോട്ടം തുടങ്ങുന്നത് നജ്ദിൽ വെച്ചാണ്. നജ്ദ്, റിയാദ് പോലുള്ള നാടുകൾ അന്ന് ഉസ്മാനിയാക്കളുടെ കീഴിലേ ആയിരുന്നില്ല. ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി രാഷ്ട്രത്തിന്റെ മുൻ രാജഭരണമായിരുന്നില്ല. മറിച്ച് ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു രാഷ്ട്ര സംവിധാനമാണ്, വലിയൊരു രാഷ്ട്ര സംവിധാനമാണ്. ഏഷ്യ, യൂറോപ്പ് പോലുള്ള ലോകത്ത് വ്യത്യസ്ത നാടുകൾ വികസിച്ച് കിടക്കുന്ന വലിയൊരു രാജഭരണമാണ് ഉസ്മാനിയ ഖിലാഫത്ത്. ഉസ്മാൻ അൽ ഖാസി ഒന്നാമൻ എന്ന ആളിലേക്ക് ചേർത്തിട്ടാണ് ഉസ്മാനിയ ഖിലാഫത്ത്. അത് ഇംഗ്ലീഷുകാര് ഒട്ടോമൻ ഖിലാഫത്ത് എന്ന് പറയും, ഒട്ടോമൻ ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഉസ്മാനിയൻ ഖിലാഫത്തിനെ തോൽപ്പിച്ചിട്ടാണ്, അതായത് നിലവിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടാണ്
മുഹമ്മദ് ബിൻ സൗദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും രാജ്യം പിടിച്ചടക്കിയത് എന്നതാണ് ഇവിടെ കള്ളാരോപണം. ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയുമായി ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ഇന്നത്തെ സൗദി അറേബ്യയിൽ ഉള്ള ഒരു നാട് തന്നെ അന്ന് ഉസ്മാനിയ ഭരണത്തിന്റെ കീഴിലായിരുന്നില്ല. മക്ക, മദീന, ജിദ്ദ പോലുള്ള നാട് ഒഴികെ. മക്കയും മദീനയും ജിദ്ദയും ഉള്ള നാട് ഉസ്മാനികൾ അന്ന് നേരിട്ട് ഭരിച്ചിരുന്നുമില്ല. അന്നുണ്ടായിരുന്ന ഷരീഫന്മാരുടെ കീഴിലായിരുന്നു ആ രാജ്യങ്ങളുടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവരിടപെടും എന്ന് മാത്രം. ഷരീഫന്മാർ എന്ന് പറയുന്നവരാണ് അന്ന് മക്കയും മദീനയും ജിദ്ദയൊക്കെ ഭരിച്ചിരുന്നത്. ഉസ്മാനികൾ നേരിട്ടായിരുന്നില്ല. ബാക്കി നാടുകളൊന്നും ഉസ്മാനിയ കീഴിലായിരുന്നില്ല. ഓരോ നാട്ട് രാജാക്കന്മാരും ഭരിച്ചിരുന്നതായിരുന്നു സൗദി അറേബ്യ. ഉസ്മാനിയൻ ഖിലാഫത്ത് ഇല്ലാണ്ടാകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉസ്മാനിയൻ ഖിലാഫത്ത് ജർമ്മനിയുടെ കൂടെയായിരുന്നു. ഇപ്പുറത്തോ ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള വലിയ വൻ ശക്തികൾ. അപ്പോൾ ജർമ്മനിയുടെ ഭരണത്തോടെ ഉസ്മാനിയ ഖിലാഫത്തും അതപ്പതിച്ചതാണ്, പരാജയപ്പെട്ടത്. പണ്ഡിതന്മാര് ഉസ്മാനിയൻ ഖിലാഫത്ത് തകരാനുള്ള ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതില് ഒന്നാമത്തെ കാരണം, ഒന്നാം ലോക മഹായുദ്ധത്തില്, അതായത് 1914 മുതൽ 1918 വരെ ഈ ഉസ്മാനിയ ഖിലാഫത്ത് 600 വർഷത്തോളം നീണ്ടുകിടന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു. 600 വർഷത്തോളം രാജ്യം ഭരിച്ചിരുന്നു. 1299 മുതൽ 1924 വരെ നീണ്ടുകിടക്കുന്ന 600ഓളം വർഷം രാജ്യം ഭരിച്ച വലിയൊരു രാഷ്ട്രമാണ്, ഭരണ സംവിധാനമാണ് ഉസ്മാനിയൻ ഖിലാഫത്ത്. ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക പോലുള്ള 3 ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു ഉസ്മാനിയൻ ഖിലാഫത്ത്. തെക്ക് കിഴക്കൻ യൂറോപ്പ്, പശ്ചിമേഷ്യ, വടക്കൻ ആഫ്രിക്ക പോലുള്ള നാടുകളൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. 19ാം നൂറ്റാണ്ടിലെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായാണ് ഉസ്മാനിയൻ ഖിലാഫത്ത് അധപ്പതിക്കുന്നത്. 1922 ഉസ്മാനിയൻ രാഷ്ട്രം ഇല്ലാതായി. 1924 ഖിലാഫത്തും ഇല്ലാതായി. അതില്ലാതാകാനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാര് പറയുന്നത്, ഒന്ന്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉസ്മാനികൾ ജർമ്മനിയുടെ കൂടെയായിരുന്നു. എതിർപക്ഷത്ത് ഉണ്ടായിരുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ പോലുള്ള വൻ ശക്തികളായിരുന്നു. അപ്പോൾ ജർമ്മനി പരാജയപ്പെട്ടതോടെ സ്വാഭാവികമായും ജർമ്മനിയുടെ കൂടെ നിന്ന ഉസ്മാനികളും പരാജയപ്പെട്ടു. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ വിജയികളൊക്കെ എപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ്, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് മുഹമ്മദ് ബിൻ സൗദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും സൗദി പിടിച്ചടക്കിയതാണ്. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഉസ്മാനികളെ ഒറ്റുകൊടുത്തത് ഉസ്മാനികളുടെ കീഴിൽ നാട് ഭരിച്ചിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഷരീഫന്മാർ എന്ന് പറഞ്ഞ മക്കയും മദീനയും ജിദ്ദയും ഭരിച്ചിരുന്ന ഷരീഫന്മാരിൽപ്പെട്ട അവരുടെ നേതാവായ ഷരീഫ് ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന ആള് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് ഉസ്മാനികളെ ചതിച്ചതായിരുന്നു. ഉള്ളിലൂടെ അയാൾക്ക് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട്, അറബികൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തമായ ഒരു അറബി രാഷ്ട്രം വേണമെന്ന ലക്ഷ്യത്തോടെ ഉള്ളിലൂടെ കളിച്ച കളിയാണ്. ആരാണ് ഈ ഷരീഫ് ബിൻ ഹുസൈൻ ബിൻ അലി? ഉസ്മാനികളുടെ കീഴിൽ മക്കയും മദീനയും ഭരിച്ചിരുന്ന ആളാണ്. അയാൾ ചതിച്ചതാണ് ഉള്ളിലൂടെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ചതി വന്നു. അങ്ങനെയാണ് ഉസ്മാനിയ ഖിലാഫത്ത് നശിക്കുന്നത്, പരാജയപ്പെടുന്നത്. അല്ലാതെ മുഹമ്മദ് ബിൻ സൗദോ മുഹമ്മദ് അബ്ദുൽ വഹാബോ അവർക്കെതിരെ യുദ്ധം ചെയ്തതല്ല. അപ്പൊ അയാൾ ഉള്ളിലൂടെ അത് നീക്കുന്നത്. എന്ത് ചെയ്തു? ഉള്ളിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് കൂടെ കൈകോർത്തപ്പോൾ അത് ഉസ്മാനികൾക്ക് വലിയ അടിയായി മാറി. മൂന്നാമത്തേത്, ഈ ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി ഉസ്മാനിയ ഖിലാഫത്തിന് വലിയ തകർച്ച വന്നു. അതേപോലെ തന്നെ ആയുധങ്ങളൊക്കെ ഇല്ലാതായി, ആയുധങ്ങളൊക്കെ ശോഷിച്ചു പോയി. എതിരാളികളായ ആൾക്കാര് വലിയ വലിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇവർ പഴയ രീതിയിൽ തന്നെ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ശക്തി ശോഷിച്ചു പോയി. അത് ശത്രുക്കൾക്ക് അവരെ പിടിച്ചെടുക്കാൻ കാരണമായി. നാലാമത്തത് സാമ്പത്തിക തകർച്ച. യൂറോപ്പിലെ രോഗി എന്നാണ് അന്ന് ഉസ്മാനികൾ അറിയപ്പെട്ടിരുന്നത്. യൂറോപ്പിലെ രോഗിയിൽ സാമ്പത്തികമായിട്ട് ആകെ തകർന്നുപോയി. ഭക്ഷണവും വെള്ളവും കിട്ടാത്ത പട്ടിണി കിടക്കുന്ന അവസ്ഥ വന്നു.
ഇതൊക്കെയാണ് ഉസ്മാനിലെ തകരാണ്ടായ കാരണം. അല്ലാതെ മുഹമ്മദ് ബിൻ സൗദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയും കൂടി ചേർന്ന് ഇവർക്കെതിരെ തിരിഞ്ഞതേയല്ല. ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന നാട്ടിലുണ്ടായിരുന്ന നജ്ദും റിയാദൊന്നും ഉസ്മാനിൽ കീഴെ ആയിരുന്നില്ല. ഇവർ മുഹമ്മദ് സൗദ് അദ്ദേഹത്തിന്റെ രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കൽ എന്ന് നമുക്ക് പറയാം. ഓരോ നാട്ടുഭരണത്തിലുണ്ടായിരുന്നവരെല്ലാം ഒരുമിച്ച് ഒറ്റ നാടാക്കുക എന്ന ശ്രമമാണ് മുഹമ്മദ് ബിൻ സൗദ് അന്ന് നടത്തിയിരുന്നത്. അവർ നാട്ടിലൊക്കെ തമ്മിൽ പരസ്പരം അടികളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉസ്മാനികളുമായിട്ട് സൗദി അറേബ്യ യുദ്ധം ചെയ്ത കാലഘട്ടത്തിൽ, ലാസ്റ്റ് അവസാന കാലഘട്ടത്തിൽ, അന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായിട്ടേ ഇല്ല. ഇവർ പറയുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, കൊല നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സൈന്യത്തിന്റെ അംഗം കൂടി ആയിരുന്നില്ല. ചരിത്രം പരിശോധിച്ചപ്പോൾ സൈന്യത്തിന്റെ അംഗങ്ങൾ മതപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ദാവത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് സൗദ് പടയൊക്കെ നടത്തിയതാണ്. അന്ന് ഉസ്മാനികളുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഈ ഹുസൈൻ ഷരീഫന്മാർ ഭരിച്ചിരുന്ന നാടുകളിലൊക്കെ വിദഗ്ധത്തും ഖുറാഫത്തും ബലാലത്തുമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കക്ഷികൾ ഏറ്റുമുട്ടി, ആദർശകരമായി ഏറ്റുമുട്ടി. മുഹമ്മദ് സൗദ് അതിനെതിരെ ശക്തമായി തിരിഞ്ഞു. നാട്ട് ഭരണഘടന അങ്ങോട്ടും ഇങ്ങോട്ടും അടികൾ ഉണ്ടായിരുന്നു. അതിന് വളരെ പ്രശസ്തമായ ഒരു യുദ്ധമായിരുന്നു തായിഫ് യുദ്ധം. തായിഫ് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ തായിഫ് യുദ്ധം ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മരണപ്പെട്ടിട്ട് 11 വർഷത്തിന് ശേഷം. പക്ഷെ ഇന്നത്തെ വിധേയകൾ പറയുക, തായിഫ് യുദ്ധത്തിൽ ഒരുപാട് പേരെ, സാധാരണക്കാരെ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയൊക്കെ മുഹമ്മദ് അബ്ദുൽ വഹാബ് കൂട്ടർ കൊന്നു എന്നാണ്. പക്ഷെ തായിഫ് യുദ്ധം നടക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മരണപ്പെട്ടിട്ട് 11 വർഷം കഴിഞ്ഞിട്ടാണ്. രണ്ടാം തായിഫ് യുദ്ധം, അതായത് സൗദി അറേബ്യയുടെ പൂർണ്ണമായ സ്ഥാപനം, രണ്ടാം സൗദി ഉണ്ടായത് അബ്ദുൽ അസീസ് ഇബ്നു സൗദിന്റെ കാലത്ത്. അന്ന് തായിഫ് യുദ്ധം ഉണ്ടായത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മരണപ്പെട്ട് 124 വർഷം കഴിഞ്ഞിട്ട്, 124 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാം തായിഫ് യുദ്ധം ഉണ്ടാകുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ കൊല ആരോപിക്കുന്ന, കലാപം ആരോപിക്കുന്ന ഇവർക്ക് ഇതുവരെ അത് സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊന്നു എന്ന് എവിടെയുള്ളത്? ഇവരെ കള്ള വാദം മാത്രമാണ്. ഇവര് പറയുന്ന യുദ്ധങ്ങളിൽ എവിടെയും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പങ്കെടുത്തതായോ കൊന്നതായോ സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. ഇവരിങ്ങനെ പറഞ്ഞു നടക്കും, ഇബ്നു അബ്ദുൽ വഹാബ് എല്ലാവരെയും കൊന്നിട്ടുണ്ട്. ചിലർ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു യുദ്ധത്തിലും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പങ്കെടുത്തിട്ടില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല. ഉസ്മാനികളുമായിട്ടുള്ള യുദ്ധം ഉണ്ടായത് പിന്നീടാണ്. ഇതൊക്കെ ഈ ഷരീഫന്മാർക്കെതിരേക്കുള്ള യുദ്ധം, തായിഫ് യുദ്ധമൊക്കെ അങ്ങനെയായിരുന്നു. തായിഫ് യുദ്ധമൊക്കെ ഷരീഫന്മാർക്കെതിരെയുള്ള യുദ്ധമായിരുന്നു. അതും ഉസ്മാനികളോടുള്ള നേരിട്ടുള്ള യുദ്ധമായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇവർ പറയുന്നത് ഉസ്മാനി ഖിലാഫത്തിനെ അട്ടിമറിച്ച്? ഒരു 10ാം ഘട്ടം ജനിക്കും സൗദി അറേബ്യ ഇന്ന് ആലു സൗദ് ഭരിക്കുന്നത് പോലെ അന്ന് ഉസ്മാനികൾ ഭരിച്ചിരുന്നു. സൗദി അറേബ്യയിലുള്ള ഉസ്മാനികളെല്ലാം അബ്ദുൽ വഹാബും മുഹമ്മദ് സൗദും കൂടെ കൂടി യുദ്ധം ചെയ്ത് അട്ടിമറി ഉണ്ടാക്കി നശിപ്പിച്ചിട്ട് കയറി കൂടിയതാണ്. ഒരിക്കലും അല്ല, കള്ളത്തരമാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു യുദ്ധത്തിലും പങ്കെടുത്തതായി സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത് 1792-ലാണ്. എന്നാൽ ഉസ്മാനിയ സൈന്യം സൗദി അറേബ്യക്കെതിരെ, സൗദികൾക്കെതിരെ ഔദ്യോഗികമായി യുദ്ധം തുടങ്ങുന്നത് 1811-ലാണ്. 1811, 100 വർഷത്തിന് ശേഷം. പിന്നെ എങ്ങനെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പങ്കെടുത്തു എന്ന് പറയാം? ഇബ്നു അബ്ദുൽ വഹാബിനെതിരെയുള്ള കള്ളാരോപണം. ഒരു നഫ്സിനെ കൊന്നതായി സ്ഥിരപ്പെടുത്താൻ പറ്റില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഒരാളെയും കൊന്നിട്ടില്ല, ആരെയും കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടും ഇല്ല. വിധേയികളുടെ കഥ ഇതൊക്കെ പഠിച്ചു നോക്കണം. 4 ഖിലാഫ: 1 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, 2 ഖുലഫാഉർ റാഷിദീന്റെ കാലഘട്ടം, 3 ഉമവി ഭരണം, 4 അബ്ബാസി ഭരണം. അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ ഖിലാഫത്ത്, 4 സഹാബകളുടെ ഖിലാഫത്തിന്റെ കാലഘട്ടം, ഉമവി കാലഘട്ടം, അബ്ബാസി കാലഘട്ടം, ഉസ്മാനി കാലഘട്ടം, സൗദി കാലഘട്ടം. ഇത് ചരിത്രത്തിന്റെ 4 വഴികളാണ്, നമ്മൾ പഠിച്ചു വെക്കണം. ആദ്യം സഹാബാക്കള്, 4 സഹാബാക്കൾ ഖുലഫാഉർ റാഷിദീൻ, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു. അതിനുശേഷം ഉമവികൾ, മാമവികൾ, ഉമവിയാക്കൾ,
അവര് ഭരിച്ചത് എത്ര വർഷം, അന്നുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെ, അതിനുശേഷം അബ്ബാസികൾ ഭരിച്ചത് എങ്ങനെ എന്തൊക്കെ, അതിനുശേഷം ഉസ്മാനികൾ, അതിനുശേഷം സൗദികൾ. ഇത് എങ്ങനെ ഉണ്ടായാലും ചരിത്രം നമ്മൾ പഠിക്കണം. ഈ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം തിരിയും ഈ കള്ളാരോപണങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ കള്ളവാദങ്ങൾക്ക് മറവ് കൊടുക്കാൻ ചരിത്രം പഠിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ്. ചരിത്രത്തിൽ വിശുദ്ധമായി എല്ലാവനെ പോലെ വിഷനെ പോലുള്ള സലഫി ധാരയോട് ചേർന്ന് നിൽക്കുന്ന ചരിത്രകാരന്മാർ വിശ്വസ്തയോഗ്യമായ റിപ്പോർട്ടുകളോടൊക്കെ സ്ഥിരപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തേത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ അന്നും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന കാലം മുതൽ തന്നെയുള്ള ആരോപണം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നു എന്നാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്ക് മുമ്പ് ആരും തന്നെ മുസ്ലിങ്ങളെ കാഫിറാക്കുക, തക്ഫീർ മസലത്ത് തക്ഫീർ വലിയ ഗൗരവമുള്ള ഒരു മസലയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാവരെയും കാഫിറാക്കുന്നു. അദ്ദേഹത്തിലേക്ക് ഹിജ്റ പോകാത്തവരെ അദ്ദേഹം യുദ്ധം ചെയ്യുന്നു, കാഫിറാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വിജയികളുടെ കാലത്തുമുള്ള വിജയികളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. കള്ളാരോപണങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുക, അത് പ്രചരിപ്പിക്കാൻ ആളെ കൂട്ടുക എന്നൊക്കെയുള്ളത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അന്ന് മറുപടി കൊടുത്തിരുന്നു. തക്ഫീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ആരെയും കാഫിറാക്കിയിട്ടില്ല. ഞാൻ കാഫിറാക്കിയത് ആരെയാണ്? ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ ദീൻ അറിയുകയും അറിഞ്ഞതിന് ശേഷം അതിനെ ചീത്ത വിളിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തവരെയാണ് ഞാൻ കാഫിറാക്കിയത്. ജഹലിന്റെ പേരിലോ അല്ലെങ്കിൽ അറിവില്ലാത്തതിന്റെ പേരിലോ മറ്റോ ശിർക്കോ കുഫ്റോ ചെയ്ത ആളെ ഞാൻ കാഫിറാക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് എന്നിലേക്ക് ഹിജ്റ ചെയ്യാത്തവരെ ഞാൻ കാഫിറാക്കിയെന്ന് അവർ പറയുക? ഇതൊക്കെ സുബ്ഹാനല്ലാഹ് ബുഹ്താനുൻ അലീം, ഗുരുതരമായ കള്ളാരോപണമാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരുപാട് മസലകൾ വായിക്കാനുണ്ട്. ബിരിയാണിയെല്ലാം വായിച്ച് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോ അത് കേൾക്കാനുള്ളതാക്കുന്നുണ്ടല്ലോ. അറബി ഇബാറത്തുകൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ഒരുപാട് കാര്യം. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തക്ഫീറിന്റെ വിഷയത്തിൽ അദ്ദേഹം എഴുതിയതെല്ലാം വായിച്ചു നോക്കിയാൽ നേരത്തെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അഖീദ പറഞ്ഞതുപോലെയാണ് സലഫുകളുടെ അഖീദ. തക്ഫീറിന്റെ വിഷയത്തിൽ തക്ഫീർ എന്ന് പറഞ്ഞാൽ ഒരാളെ കാഫിറാക്കൽ. കാഫിറാക്കുക എന്നത് ഗുരുതരമായ ഒരു നിലപാടാണ്, ഗൗരവമുള്ള ഒരു നിലപാടാണ്. കുഫ്ർ എന്നത് ശറഈന്റെ ഹുക്കുമാണ്. ഒരു കാര്യം ഇന്നത് കുഫ്റാണ് എന്ന് പറയേണ്ടത് ആരാണ്? അൽ കുഫ്റു ഹഖ്ഖുല്ലാഹി സുമ്മ റസൂലിഹി ബിന്നസ്സി യസ്ബുതു ലാ ബിഖൗലി ഫുലാനി മൻ കാന റബ്ബുൽ ആലമീന വഅബ്ദുഹു ഖദ് കഫറഹു ഫദാഖദുൽ കുഫ്റാനി. യൂനിയയിൽ ഇമാം ഇബ്നു ഖയ്യിം പറഞ്ഞതാണ്. കുഫ്ർ അല്ലാഹു റസൂൽ പറയുന്നത് ഇന്നത് കുഫ്റാണ്, ഇന്നത് കുഫ്റല്ല. അപ്പൊ ഒരു കാര്യം കുഫ്റാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ ഒരാളെ കാഫിറാക്കുമ്പോൾ അയാളെ കാഫിറാക്കാൻ കാരണമായ മസ്അല ശറഈൽ കുഫ്റാണ് എന്ന് സ്ഥിരപ്പെട്ട മസ്അലയാകണം. രണ്ടാമത്തേത് ആ കുഫ്റൻ പ്രവർത്തനം അയാൾ ചെയ്തത് കൊണ്ട് തന്നെ അയാളെ കാഫിറാക്കാൻ അത് മതിയായതാകണം. അതായത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ബോധ്യപ്പെട്ട് ചെയ്തതാണ്, അത് പറ്റില്ല നോക്കണം. അതായത് ഒരാൾ കുഫ്ർ ചെയ്താൽ അയാളെ കാഫിറാക്കാൻ ചില ശുറൂത്തുകളുണ്ട്, ചില ലവാബിത്തുകളുണ്ട്. നമ്മൾ പറയാനുണ്ട് ലവാബിത്തുകൾ പൂർത്തിയാവണം, മവാനിയകൾ ഉണ്ടാകാൻ പാടില്ല. ഇഖാമത്ത് ഉച്ചക്കും ഇസാലത്ത് ശുഭഹത്തും ശേഷം മാത്രമേ ഒരാളെ കാഫിറാക്കാൻ പറ്റുള്ളൂ. തെളിവ് സ്ഥിരപ്പെടുത്തിയതിനു ശേഷവും അയാളുടെ ശുഭഹത്ത് നീങ്ങിയതിനു ശേഷമേ കാഫിറാക്കാൻ പറ്റുള്ളൂ. കാഫിറാക്കുക എന്നുള്ളത് രണ്ട് രീതിയിലാണ്. ഇതൊക്കെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്ന കാര്യങ്ങളാണ്. കാഫിറാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് തക്ഫീറുൻ മുത്ലഖ്, രണ്ട് തക്ഫീറുൻ മുഅയ്യൻ. തക്ഫീറുൻ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഇന്ന പ്രവർത്തനം കുഫ്റാണ്, ഇന്ന പ്രവർത്തനം ശിർക്കാണ് എന്ന് പറയും. ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അവൻ കാഫിറാണ്, ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അവൻ മുശ്രിക്കാണ് എന്നുള്ള നിരുപാധിക വർത്തമാനം. അതാണ് തക്ഫീറുൽ മുത്ലഖ് എന്ന് പറയാം. തക്ഫീറുൽ മുത്ലഖിന് ലവാബിത്തുകളും ശുറൂത്തുകളൊന്നും ഇല്ല. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് ആർക്കും പറയാം. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ കാഫിറാണ്, ആരെങ്കിലും അള്ളാഹുവിനെ റസൂലിനെ ചീത്ത വിളിച്ചാൽ അവൻ കാഫിറാണ്,
ആരെങ്കിലും ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും കാഫിറാണ്. ഇതാണ് തക്ഫീർ മുത്ലഖ്. തക്ഫീർ മുഅയ്യൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഒരു കുഫ്റായ കാര്യം ഒരു വ്യക്തി ചെയ്തതിന്റെ പേരിൽ ആ വ്യക്തിയെ കാഫിറാക്കൽ. അതാണ് തക്ഫീർ മുഅയ്യൻ. തഅയീൻ ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ കാഫിറാക്കൽ. ഈ വ്യക്തിയെ കാഫിറാക്കുന്നതിനാണ് ഉലമാക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പറഞ്ഞത്. ഒരു വ്യക്തിയെ കാഫിറാക്കാൻ ലവാബിത്തുകൾ ഉണ്ട്, അതുപോലെ തന്നെ മവാനികളുണ്ട്. അയാളെ കാഫിറാക്കുന്നതിൽ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജഹലാണ്. ഉദുറുബിൽ ജഹിൽ കേട്ട് ജഹില് ഉദുറാണ്. ജഹില് ഉദുറാണ് എന്ന് വിഷയത്തിൽ ഇത്തിഫാക്കാണ്, രണ്ട് അഭിപ്രായമില്ല. ജഹില് ഉദുറാണ്, അത് ഇജ്മാ ഉള്ള മസലയാണ്. ജഹില് ഉദുറാണ് എന്നുള്ളത്. എന്നാൽ എന്താണ് ജഹില്, എപ്പോഴാണ് ഒരാള് ജാഹിലാകുക, ഈ മസലയിൽ ഇയാൾ ജാഹിലാണോ അല്ലയോ എന്ന് ചേർത്താണ് വ്യത്യാസം വരിക, അഭിപ്രായ വ്യത്യാസം വരിക. ചില മസലകളെ സംബന്ധിച്ചിട്ട് ജഹില് ഉദറാകുന്ന മസലയാണ് എന്ന് പണ്ഡിതന്മാർ പറയും. ചില പണ്ഡിതന്മാർ പറയും ആ മസല ജഹില് ഉദറായ മസലയല്ല എന്ന് പറയും. അവിടെയാണ് തക്ഫീർ ചെയ്യുമ്പോൾ വ്യത്യാസം വരിക. ജഹില് ഉദറാണ് വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മക്കൾ എഴുതി മസലകൾ, വിശ്വാസപരമായ മസലകൾ രണ്ട് രീതിയിലാണ്. ഒന്ന് ജലിയായ മസല, വാഹിറായ മസല, പ്രകടമായ മസല, എല്ലാവർക്കും അറിയുന്ന മസല, അറിയൽ നിർബന്ധമുള്ള അറിയാതിരിക്കാൻ പാടില്ലാത്ത മസല. രണ്ട് ഖഫിയായ മസല, പണ്ഡിതന്മാർക്ക് മാത്രമേ അത് അറിയുള്ളൂ, എല്ലാവർക്കും അത് എന്റെ ശരീരത്തിൽ അറിഞ്ഞോളണമെന്നില്ല, അങ്ങനെയുള്ള മസല. ജലിയായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മസലയാണ് എങ്കിൽ, അതിൽപ്പെട്ടതാണ് എങ്കിൽ അവനെ കാഫിറാക്കുന്ന വിഷയത്തിൽ ഇഖാമത്തുൽ ഹുജ്ജയോ ഇസാലത്തു ശുബഹയോ വേണ്ടതില്ല. മനസ്സിലായോ? ഖഫിയായ മസലയാണെങ്കിലാണ്, ഗോപ്യമായ പണ്ഡിതന്മാർക്ക് മാത്രം കുഫ്റിലേക്ക് തിരിയുന്ന, സാധാരണക്കാർക്കിടയിൽ അതിനെ കുറിച്ചിട്ട് വിശദമായ അറിവില്ലാത്ത, ദീനിൽ അറിയപ്പെട്ട ഒരു മസല, എല്ലാവരും അറിയുന്ന അറിയപ്പെട്ട ഒരു മസലയല്ലാത്ത ഖഫിയായ മസലയാണ് എങ്കിൽ ആ മസലയിലാണ് ഇഖാമത്തു ശുബഹി ഇഖാമത്തുൽ ഹുജ്ജയും ഇസാലത്തു ശുബഹയും വേണ്ടത്, തെളിവ് സ്ഥിരപ്പെടുത്തലും ശുബഹത്തെ നീക്കലും വേണ്ടത് എന്നാണ് ഉലമാക്കൾ എഴുതിയിട്ടുള്ളത്. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ വിശദമായി എഴുതിയിട്ടുണ്ട്. മരിച്ചവരെ, മരണപ്പെട്ടു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ, മരണപ്പെട്ടവർക്ക് ഇബാദത്തുകൾ ചെയ്യൽ, മരിച്ചവരുടെ കബറുകൾ ദർഗകളാക്കി ദർഗയെ ആരാധിക്കൽ, അത് മസായിലു ജലിയായ മസലയിൽപ്പെട്ടതാണ് എന്നാണ് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ അത് വിഭിന്നമായിട്ടല്ല, അത് ഖഫിയായതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മസല ജലിയാണോ ഖഫിയാണോ എന്നുള്ളത് ആ വ്യക്തിയെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില വ്യക്തികൾക്ക് ചില മസലകൾ ജലിയായിരിക്കും, അയാൾ ജീവിക്കുന്ന നാടങ്ങത്തെ ആയിരിക്കും. എന്നാൽ അതേ മസല ഉൾപ്രദേശത്തുള്ള ദീനി ചർച്ചകൾ ഇല്ലാത്ത നാടുകളാണെങ്കിൽ അവിടെ ഖഫിയാകാം. അതുതന്നെ ഒരാള് ജാഹിലാകുക, ഒന്നുകിൽ പുതു ഇസ്ലാമിയാകണം, രണ്ട് ഉൾപ്രദേശത്ത് താമസിക്കുന്ന ആളാകണം, അയാൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടാകാൻ. ഇങ്ങനെയൊക്കെയാണ് ഒരാൾ ജാഹിലാകുകയുള്ളൂ. പഠിക്കാതെ ആ മസലയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു നാട്ടിൽ ചർച്ച ചെയ്യുന്ന ഉലമാക്കളുടെ കൂടെ ജീവിച്ചിട്ട് അയാൾ പഠിക്കാതെ ഇരുന്നിട്ട് അയാൾ ജഹീൽ ഉദാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പണ്ഡിതർക്കിടയിൽ ചർച്ച ചെയ്യും. മസല ജലിയായ മസലയാണ് എങ്കിൽ അവിടെ ഖുർആൻ എത്തിയാൽ മതി, ബുലൂഗുൽ ഹുജ്ജ എത്തിയാൽ മതി, ഫഹ്മുൽ ഹുജ്ജ വേണമെന്നില്ല. ഖുർആൻ ഹദീസ് എത്തിയാൽ മതി, എന്ത് വേണമെന്നില്ല, അത് ആ പറഞ്ഞ ആൾക്ക് മനസ്സിലാകണമെന്നില്ല, അയാളെ സുഖത്ത് നീങ്ങണമെന്നില്ല. ഫഹ്മ അവിടെ ഷർത്തല്ല. എന്നാൽ ഖഫിയായ മസലയാണെങ്കിൽ ഫഹ്മ് ഷർത്താണ്, ദലീലെത്തിയാൽ പോരാ എന്നിങ്ങനെയുള്ള ചർച്ചകൾ. ഇതാണ് അഹ്ലുൽ സുന്നത്ത് ജമാഅത്ത് തക്ഫീറിന്റെ വിഷയത്തിൽ നടത്തിയ വിശദമായ ചർച്ച, വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തക്ഫീറിന്റെ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ അതേ റൂട്ടിലാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത് വ്യക്തികളെ തഈൻ ചെയ്ത് കാഫിറാക്കാൻ പറ്റുകയില്ല. തഈൻ ചെയ്ത് കാഫിറാക്കുമ്പോൾ ഇദാലത്ത് ശുബ്ഹയും ഇഖാമത്തുൽ ഹുജ്ജയും നോക്കേണ്ടതുണ്ട്.
ആ മസല ജലിയാണോ ഹഫിയാണോ നോക്കേണ്ടതുണ്ട്. ജലിയാണ് മസലയാണെങ്കിലാണ് ബുലൂഗ് നോക്കേണ്ടത്. ഹഫിയാണെങ്കിൽ ബുലൂഗ് മാത്രം പോരാ, ഫഹ്മും വേണം, മനസ്സിലാകുകയും വേണം ഇത് എന്നതാണ് എന്നുള്ളത് എന്നൊക്കെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞു. ഞാൻ ആരെയും മുസ്ലിമിങ്ങളെ കാഫിറാക്കിയിട്ടേ ഇല്ല. മുസ്ലിമിനെ ആരും കാഫിറാക്കിയില്ല. ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, കബറിനെയും കല്ലിനെയും മരത്തെയും ആരാധിക്കുന്നവരെയാണ് ഞാൻ കാഫിറാക്കിയിട്ടുള്ളത് എന്നാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അല്ലാതെ അന്നുണ്ടായിരുന്ന ഇവർ പറഞ്ഞ പോലെ കള്ളാരോപണം, ഉസ്മാനിയൻ ഖിലാഫത്തിലുള്ള എല്ലാവരെയും കാഫിറാക്കി, എല്ലാവരെയും കൊന്ന് ഉസ്മാനിയൻ ഖിലാഫത്തിന്റെ അണ്ടറുള്ള സൗദി അറേബ്യ മുഴുവനും ഇബ്നു അബ്ദുൽ വഹാബും മുഹമ്മദ് ബിൻ സൗദും പിടിച്ചെടുക്കുക എന്നുള്ളത് കള്ളാരോപണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇബ്നു അബ്ദുൽ വഹാബ് ആരെയും കാഫിറാക്കിയിട്ടില്ല. ഇതിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കാഫിറാക്കി എന്ന് പറഞ്ഞിട്ട് തക്ഫീറിന്റെ മസല ഇബ്നു അബ്ദുൽ വഹാബ് വല്ലാണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും തബ്ലീഗുകാരും, അവരുടെ അഖീദ അശ്ശരി അഖീദ. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളെ കാഫിറാക്കിയത് അശ്ശരികളാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ തബ്ലീഗുകാര്, സമസ്തക്കാര് പോലുള്ള വിനയികൾ, കുബൂരികളെല്ലാം ആരോഗ്യ ഖവാരിജികളാണ്. ഖവാരിജികൾ ചെയ്തത് എന്താണ്? വൻപാപം ചെയ്തവരെ എല്ലാം കാഫിറാക്കി, സഹാബാക്കളെ കാഫിറാക്കി, മുസ്ലിങ്ങളെല്ലാം കാഫിറാക്കി. മുസ്ലിങ്ങൾ രക്തം ചൊരിയൽ അനുവദനീയമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എവിടെയും പറഞ്ഞിട്ടില്ല മുസ്ലിം രക്തം ചെയ്യാൻ പാടില്ല, ഒരു ഭരണാധികാരിയുടെ കീഴിൽ നിൽക്കണം, വൻപാപം ചെയ്തവൻ കാഫിറാവുകയില്ല, നമ്മൾ ഖവാരിജികൾക്കെതിരാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ആരെയും കൊന്നിട്ടില്ല, മുസ്ലിങ്ങളുടെ രക്തം ചൊരിഞ്ഞിട്ടില്ല, മുസ്ലിങ്ങളെ കാഫിറാക്കിയിട്ടുമില്ല. അങ്ങനെ ഈ കള്ള ആരോപണം നടത്തുന്ന ആൾക്കാർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുമില്ല. ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോ ഈ നേരത്തെ പറഞ്ഞില്ല സവായിക്കുൽ ഇലാഹിയ്യ ആ കിതാബ് അതിന് അനിയനെ എഴുതിയതല്ല എന്നെല്ലാം സമർത്ഥിച്ചു. അവസാനം വീണ്ടും പറയാ ഇബ്നു അബ്ദുൽ വഹാബ് മുസ്ലിങ്ങളെ കാഫിറാക്കി, എനിക്ക് എവിടുന്ന് കിട്ടി? അസവായിക്കുൽ ഇലാഹിയിലുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം എഴുതിയതല്ല, വീണ്ടും ഉദ്ധരിക്കുന്നതിനുള്ളിൽ തന്നെ. അപ്പം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിങ്ങളെ കാഫിറാക്കുന്ന ആളാണ് എന്നുള്ളത് കള്ളാരോപണം. വിധേയകൾക്ക് അത് സമർത്ഥിക്കാൻ സാധിക്കുകയില്ല. ഇനി സമർത്ഥിക്കാൻ വരുന്നവർ കാഫിറാക്കി എന്ന് പറയുന്നത് ആരെയാണ്? മുശ്രിക്കുകളെയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മുശ്രിക്കുകളെ കാഫിറാക്കിയ, മുശ്രിക്കുകൾ കാഫിറാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ആര് കൊണ്ടുവരിക? ഇവര് കൊണ്ടുവരിക, കുബൂരികളാണ് കൊണ്ടുവരിക. സമസ്തക്കാരെ കൊണ്ടുവന്ന സമസ്തക്കാരെ പോലെ എന്താണ്? സമസ്തക്കാരെ നിങ്ങൾ തന്നെ കാഫിറാണ് നമ്മുടെ അഭിപ്രായം, നിങ്ങൾ മുശ്രിക്കുകളാണ്, പിന്നെ നിങ്ങളെ കാഫിറാക്കി എന്ന വിഷയത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. തക്ഫീറും ബിൽ വസ്ഫ് പണ്ഡിതന്മാർ പല ഫിർഖത്തുകൾ നടത്തിയിട്ടുണ്ട്. പഴയ കാലത്ത് ഖവാരിജികൾ കാഫിറാണ് എന്ന് സഹാബാക്കളിൽ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചില സഹാബാക്കൾ കാഫിറെല്ലാം, ചില സഹാബാക്കൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഖവാരിജികളെ. ജഹ്മികൾ കാഫിറാണ് എന്ന് ഇത്തിഫാക്കാണ്. ഖബറാരാധകന്മാർ കാഫിറാണെന്ന വിഷയത്തിൽ പല പണ്ഡിതന്മാരും കുഫാർ ലഭിച്ചിട്ടുണ്ട്. ഇബ്നു ഖൈലെ പോലെ പണ്ഡിതന്മാരൊക്കെ അവർ കുഫാറുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്അരികൾ കാഫിറാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അശ്അരികൾ കാഫിറുകളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തക്ഫീറും ബിൽ വസ്ഫ് എന്നതിനെ പറയാം. ഇന്ന ഫിർഖത്ത് കാഫിറാണ്, അതിൽ ഓരോ വ്യക്തിയും കാഫിറാണെന്നല്ല, ആ ഫിർഖത്തിന്റെ ഉസൂല് മൻഹജ് എല്ലാം കുഫ്റാണ്. അതുകൊണ്ട് ആ ആ ടീമിനെ, ആ ഫിർഖത്തിനെ വിശേഷിപ്പിക്കുക കാഫിറുകൾ എന്ന് പറഞ്ഞിട്ടാണ്. ബിദികൾ, മുബതദികൾ എന്ന് പറയുന്ന പോലെ കാഫിറുകളാണ് എന്ന് പറയും. എന്റെ അർത്ഥം ആ ഇതിലുള്ള ഓരോ വ്യക്തിയും ഐനൻ കാഫിറാണ് എന്നല്ല, തക്ഫീർ ബിൽ വസ്ഫ് എന്ന് പറയാം. അങ്ങനെ പല പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്, ഫിർഖത്തുകളെ തക്ഫീർ ചെയ്തിട്ടുണ്ട്. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅ എങ്ങനെയാണോ ഫിർഖത്തുകളെയും മസ്അലകളെയും വ്യക്തികളെയും കാഫിറാക്കിയത്, അങ്ങനെ മാത്രമേ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കാഫിറാക്കിയിട്ടുള്ളൂ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവത്തിൽ രോഷം കൊണ്ട്, അസൂയ കൊണ്ട് ആ ദഅവത്തിനെ തകർക്കാൻ ചില തൽപര കക്ഷികൾ പടച്ചുവിട്ട കള്ളാരോപണം മാത്രമാണ് അദ്ദേഹം മുസ്ലിങ്ങളെ കാഫിറാക്കുന്നു, കൊല്ലുന്നു എന്നുള്ളത്. അത് സ്ഥിരപ്പെടുത്താൻ പറ്റുകയില്ല. ചരിത്രപരമായി പരിശോധിച്ച് നോക്കിയാൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു യുദ്ധത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല, ഒരു യുദ്ധത്തിൽ പോലും സൈന്യത്തിൽ കൂടിയിട്ട് വാളെടുത്തിട്ടില്ല, ഒരാളെ പോലും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി കൊന്നിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിമായ മുവഹിദായ ഒരാളെയും കാഫിറാക്കിയിട്ടില്ല, കാഫിറാക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല.
കാഫിറാക്കി എന്ന് പറഞ്ഞവർക്കെതിരെ അദ്ദേഹവും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് എന്നെ കുറിച്ച്. അതിലൊക്കെ സാലിഹുൽ ഫൗസാൻ ഹഫിദുല്ലാഹി കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് സുബ്ഹാനല്ലാഹ്, ഞാൻ കാഫിറാക്കി എന്ന് പറയുന്നത് കള്ളത്തരമാണ്, ഞാൻ എങ്ങനെയാണ് മുസ്ലിങ്ങളെ കാഫിറാക്കുക, ഞാൻ ആക്കിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ പറയാൻ എല്ലാം നിങ്ങൾ ആക്കിയിരുന്നു, അയാൾ തന്നെ പറയുന്നത് ഞാൻ ആക്കിയിട്ടില്ല, ഡിസ്റ്റോറിന് ഞാൻ ആക്കി, നിങ്ങൾ ആക്കിയിരുന്നു എന്ന പിടിവാശിയാണ് ആരോപണം നടത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ മസ്അല, ഇദ്ദേഹത്തിനെതിരെയുള്ള മസ്അല, ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിനെ അട്ടിമറിച്ചു. പുതിയ മസ്അലകൾ വന്നു, മദ്ഹബി ഗ്രന്ഥങ്ങളിൽ ഇല്ലാണ്ട് 600 വർഷത്തെ ഫിഖ് ഒന്നുമില്ല എന്നാണ് ഇബ്നുൽ വഹാബിന്റെ വാദം എന്നാണ്. ഖുർആനും സുന്നത്തിലേക്കുമാണ് മടങ്ങേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ഇതൊക്കെയാണ് ഖുർആനും സുന്നത്തിലേക്ക് അള്ളാഹ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കുണ്ടായി മടക്കുന്ന കൊണ്ടേക്കാണ് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണെന്ന് അള്ളാഹ് പറഞ്ഞത്. അതാണ് ഇബ്നുൽ വഹാബ് പറഞ്ഞത്, ഞാൻ ഖുർആനെയും സുന്നത്തിനെയും മുഖല്ലിദാണ്, ഞാൻ ഖുർആനെയും സുന്നത്തിനെയും മുഖല്ലിദാണ്, ഖുർആൻ സുന്നത്തിനെയും തഖ്ലീദ് ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് റസൂൽ കാര്യം പറഞ്ഞാൽ അതാണ്. അള്ളാഹ് ഖുർആനിൽ കാര്യം പറഞ്ഞപ്പോ ഷിർക്ക്, ഖബറാരാധന, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ ഖുർആൻ വ്യക്തമായി വന്ന കാര്യമാണ്. തഫ്സീറിന് ആവശ്യമില്ല. ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യുള്ളൂ, ഞാൻ ഷിർക്ക് ചെയ്യുകയില്ല. അപ്പൊ അള്ളാഹിനെ മാത്രം ദുആ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ടിച്ച് അള്ളാഹ് പറഞ്ഞു വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഷിർക്ക് ചെയ്യുകയില്ല. അപ്പൊ അള്ളാഹു അല്ലാതെ ദുആ ചെയ്യൽ ഷിർക്കാണ്. ഖുർആനിൽ വ്യക്തമാണ്. ഇത്ര വ്യക്തമായി അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ ഷിർക്കാണെന്ന് ഖുർആൻ തന്നെ ഉണ്ടായിട്ട് അത് ഖഫിയായ മസലയാണെന്ന് എങ്ങനെ പറയാം? അത് ജഹ്ല് ഉദാഹരണ മസലാണെന്ന് എങ്ങനെ പറയാം? ഇത് പറ്റില്ല. ഖുർആനിൽ വ്യക്തമായ കാര്യമാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് ദുആ ചെയ്യുള്ളൂ. വലാ ഉശ്രികു, തൊട്ടടുത്തായതാണ് വലാ ഉശ്രികു, ഞാൻ ശിർക്ക് ചെയ്യൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൂല. അപ്പൊ അള്ളാഹ് വിളിച്ച് പ്രാർത്ഥിക്കൽ ഷിർക്ക്. ഖുർആനിൽ നസ്സല്ല, ധാരാളം ആയത്തുകളുണ്ട് ഖുർആനിൽ അള്ളാഹു വിളിച്ച് പ്രാർത്ഥിക്കൽ ഷിർക്കാണ്. അപ്പോൾ ഖുർആനിൽ വ്യക്തമായി വന്ന കാര്യങ്ങളെ അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഇവർക്ക് പറ്റൂല. ഖുർആൻ സുന്നത്തിനെയും അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ അതും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ ഇവർക്ക് പറ്റുകയില്ല. രണ്ടാമത്തേത് പറയുന്നത് മദ്ഹബ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ പറയും, ഞാൻ ഫിഖ്ഹിൽ ഹംബലി മദ്ഹബാണ്. മദ്ഹബുനാ ഫീ ഉസൂലിദ്ദീൻ മദ്ഹബ് അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഖീദയിൽ നമ്മുടെ മദ്ഹബ് സലഫുകളുടെ മദ്ഹബാണ്. വതരീഖത്തുനാ തരീഖത്തു സലഫ്, നമ്മുടെ മാർഗ്ഗം തരീഖത്തു സലഫാണ്. വഹിയ അന്നാ നുകിറു ആയാത്തി സിഫാത്തി വഅഹാദീഥ അലല്ലാഹിയ വനഹനു ഐനൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ്. ഫിഖ്ഹിൽ ഞാൻ ഇമാം അഹ്മദിന്റെ മദ്ഹബിലാണ് എന്നാണ്. ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയേ, ഹംബലി മദ്ഹബിന്റെ റൂട്ടിലാണ്. അദ്ദേഹത്തിന്റെ ശുറൂത്തു സ്വലാത്തി വഅർകാനുഹാ വവാജിബാതുഹാ എന്ന ഗ്രന്ഥം വായിച്ചാൽ തന്നെ ചെറിയ കിതാബാണ്. ഹംബലി മദ്ഹബിന്റെ റൂട്ടിലാണ് അദ്ദേഹം ഫിഖ്ഹി കിതാബിനെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എഴുതിയ കിതാബാണ്. അതാണ് ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തന്നെ വ്യക്തമായ തെളിവാണ് അദ്ദേഹത്തിന്റെ അഖീദ എന്ത്, അദ്ദേഹത്തിന്റെ ഫിഖ്ഹ് എന്തെന്ന് അറിയാൻ. ഇവര് പറയുന്നത് ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി 4 മദ്ഹബിനെയും തള്ളി. 4 മദ്ഹബിനെയും തള്ളിയിട്ടില്ല. 4 മദ്ഹബിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം തഖ്ലീദ് ചെയ്യണം എന്ന വാദത്തെ തള്ളിയിട്ടുണ്ട്. അത് ഖുർആനും സുന്നത്തിനും എതിരായ വാദമാണ്. 4 മദ്ഹബിൽ തഖ്ലീദ് ചെയ്യണം എന്നുള്ളത് ഖുർആനും സുന്നത്തിനും എതിരായ വാദമാണ്, ശരിയല്ല. ഇത് ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, നമ്മൾ 4 മദ്ഹബിനെയും നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ ഖുർആനെയും സുന്നത്തിനെയും തഖ്ലീദ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം പഠിച്ചത് പണ്ഡിതനായതൊക്കെ എന്താണ്? ഹംബലി മദ്ഹബിലാണ്. ഇമാം ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ ശൈഖ് ഇബ്നു തൈമിയ്യ വരെ എത്തുന്ന അഖീദയിലുള്ള സനദുണ്ട്, അതുപോലെ തന്നെ ഫിഖ്ഹിലുള്ള സനദുണ്ട്. ഇബ്നുൽ വഹാബ് ശൈഖ് ഇബ്നു തൈമിയ്യ എത്തുന്ന ഇബ്നു തൈമിയ്യ മുതൽ ഇമാം അഹ്മദ് വരെ എത്തുന്ന, ഇമാം അഹ്മദ് മുതൽ റസൂൽ വരെ എത്തുന്ന സനദർക്കുണ്ട്. ഇമാം ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. ഇന്ന് ചില അൽഫജ്ഞാനികൾ, വിവരം കണ്ടവർ, ശരിയായ രീതിയിൽ ഈ കാര്യങ്ങൾ പഠിക്കാതെ പറയുകയാണ് ഇമാം ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സനദില്ല, അദ്ദേഹത്തിന് ഉസ്താദില്ല. ഇവരൊക്കെയാണ് പറയാൻ. നമ്മൾ 2 പേരോട് സംസാരിച്ചു, തബ്ലീഗിൽപ്പെട്ട 2 വ്യക്തികളോട് സംസാരിച്ചു. ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സനദില്ല. എന്തിലെ സനദില്ലാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം വായിക്കാൻ സനദില്ല. നമ്മൾ ചോദിച്ചു, ഗ്രന്ഥം വായിക്കാൻ എന്തിനാണ് സനദ്? അത് ആ പണ്ഡിതന്റെ ഗ്രന്ഥമാണെന്ന് സ്ഥിരപ്പെട്ടാൽ മതിയല്ലോ. അല്ല, ആ ഗ്രന്ഥം വായിക്കാൻ, ഇബ്നു തൈമിയ്യയുടെ അഖീദ
പഠിക്കുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി വലിയ വലിയ ഉലമാക്കളുടെ കീഴിൽ ഹദീസും ഫിഖ്ഹും പഠിച്ച ആളാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന ഹദീസിന്റെ സനദുണ്ട്. ഇമാം അഹ്മദിലേക്ക് എത്തുന്ന ഹംബലി ഫിഖിന്റെ സനദുണ്ട്. സലഫി ഉലമാക്കളുടെ സനദുണ്ട് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്ക്. ഇബ്നു തൈമിയ്യ മുതൽ ഇബ്നു അബ്ദുൽ വഹാബ് വരെ എത്തുന്ന സലഫി ഉലമാക്കളുടെ സനദുണ്ട്. കാരണം വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസും ഫിഖ്ഹും പഠിച്ച വലിയ ഇമാമാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് ഇബ്നു തൈമിയ്യയുടെ കിതാബ് വായിക്കാൻ എന്തിനാണ്? ഇബ്നു തൈമിയ്യയുടെ കിതാബ് ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന് പഠിക്കണം. ഈ പറയുന്ന രണ്ട് വ്യക്തികളോ ജാഹിലുകൾ, അവർ പല കിതാബും വായിച്ചു വരുന്നു. അവർക്കാകെ ഫത്വൽ മൊയ്നിന്റെ സനദുണ്ട്. ഷാഫി ഫിഖിയിലെ കേരളക്കാരനായ സൈൻ മൗദൂം എഴുതിയ ഷാഫി ഫിഖിയിലെ ഫത്വൽ മൊയ്ൻ സനദുണ്ട്. നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് സനദുണ്ടോ? ഇതിന് സനദുണ്ടോ? അതിനൊന്നും സനദ് വേണ്ട. ഇബ്നു അബ്ദുൽ വഹാബിന് മാത്രം സനദ് വേണം, വേറെ ആർക്കും സനദ് വേണ്ടതില്ല. നമുക്ക് എന്തിനോടാ ചോദിച്ചു, നീ ഇബ്നു കസീർ വായിക്കാറില്ലേ, അതിന് സനദുണ്ടോ? അത് ഇബ്നു കസീറിന്റെതാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മതി. അപ്പൊ അതിനല്ല ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥങ്ങളും ഇബ്നു തൈമിയ്യ സ്ഥിരപ്പെട്ട പോലെ ഇബ്നു തൈമിയ്യയിലേക്ക് എത്തുന്ന സനദത്തിന് സനദ് ഉണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് നമ്മൾ കൊടുത്തു കിട്ടിയത് അവ കൊണ്ടാട്ടില്ല. ഞാൻ ചോദിച്ചു, ഇമാം തഹാവി ആദ്യം ഹനഫി ആയിരുന്നു, പിന്നെ ഷാഫി ആയി, വലിയ ഇമാമായതിനു ശേഷം. അതിന് എന്തിനാണ് സനദ്? അതിന് സനദ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഷാഫി ഹനഫി ആകാൻ സനദ് വേണമെന്നില്ല, അതുകൊണ്ട് രണ്ടും അഹ്ലുസുന്നയാണ്. അയാളോട് ചോദിച്ചു, അയാള് ഈ കിതാബ് വായിച്ചിട്ടാണ് വന്നത്. ഒരല്പജ്ഞായി, സലഫി വിരോധം മാത്രം പങ്കെടുക്കുന്ന ഒരു വിവരം കേട്ടവൻ ഈ കിതാബ് വായിച്ചിട്ടാണ് ഇപ്പൊ വന്നത്. ഞാൻ ഈ കിതാബിന് സനദുണ്ട് ചോദിച്ചു. ഇത് സാഹിബ് ഫുർദാന്റെ കിതാബാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചതാണ്. അപ്പൊ ഓൻ പറയാണ്, ഇത് ബിദഈ കിതാബാണ്, ബിദഈന്റെ കിതാബ് വായിക്കാൻ സനദ് വേണ്ട. അപ്പൊ ആർക്കാ സനദ് വേണ്ടത്? ഇബ്നു അബ്ദുൽ വഹാബിന് സലഫിയത്ത് പറയാൻ സനദ് വേണം. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്ക് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം വായിക്കാൻ സനദ് വേണം. അവർക്ക് കിതാബ് വായിക്കാൻ സനദ് വേണമെന്നില്ല. ലൈബ്രറിയിൽ എത്ര ഗ്രന്ഥങ്ങളുണ്ട്, ആ മണ്ണിലേക്ക് കിട്ടുന്ന സനദ് ഉണ്ടാവും? ഇല്ല. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി വലിയ വലിയ സനദുള്ള ഉലമാക്കളുടെ കീഴിൽ പഠിച്ച പണ്ഡിതനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ, ഒരുപാട് പണ്ഡിതന്മാർ ഫോളോ ചെയ്യുന്ന വലിയ ഇമാമാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി. ഖുർആനും ഹദീസും സലഫുകൾ മനസ്സിലാക്കാൻ കഴിവുള്ള, ഇജ്തിഹാദിന് കഴിവുള്ള, എന്നല്ല ഈ കാലഘട്ടത്തിന്റെ മുജദ്ദിദ് എന്നറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസിൽ അദ്ദേഹത്തിന് സനദുണ്ട്, ഫിഖിൽ സനദുണ്ട്, അഖീദയിൽ സനദുണ്ട്. ഈ അല്പജ്ഞാനികളൊന്നും പറയാൻ ഇബ്നു അബ്ദുൽ വഹാബിന് സനദില്ല. അതുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ വാദങ്ങളൊന്നും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞ ഏതെങ്കിലും വാദം ശരിയാണോ തെറ്റാണോ നമുക്ക് പഠിക്കാം. തക്ഫീറിന്റെ വിഷയത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി തക്ഫീർ ചെയ്ത വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാദം സലഫുകൾക്കെതിരാണോ, നമുക്ക് അത് പഠിക്കാം. അതല്ലേ പഠിക്കേണ്ടത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞ ഏതെങ്കിലും ഒരു വാദം, ഞാൻ എപ്പോഴും ഈ വിധേയികളെ വെല്ലുവിളിക്കാറ്, എപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞ ഏതെങ്കിലും ഒരു വാദം, ഏതെങ്കിലും മസലയല്ല, ഏതെങ്കിലും അടിസ്ഥാന വാദം സലഫുകൾക്ക് ഇല്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകാം, നമുക്ക് ചർച്ചയാക്കാം. ഈ വാദം ഇത് ഇബ്നു അബ്ദുൽ വഹാബിന് മുമ്പ് ആരും പറയാത്തതാണ്, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുതിയ വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാ, നമുക്ക് ചർച്ചയാക്കാം. അതാണല്ലോ ശരിയായ ആരോഗ്യകരമായ ചർച്ച. ഈ വിധികൾക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യണം? ഈ ശരിയായ ഹക്കിനെ തകർക്കാൻ ഈ കള്ളാരോപണങ്ങൾ നടത്താന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഈ വിധേയികൾ രംഗത്ത് കൊണ്ടുവരുന്ന മറ്റൊരു വാദം, മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ, ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ് എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയാണ് ആദ്യം പറഞ്ഞത്. ഇബ്നു അബ്ദുൽ വഹാബിന് മുമ്പ് ആരും തന്നെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അതിനൊക്കെ ഉദരല് കൊണ്ടുവന്നിട്ടുണ്ടോ? വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. ഞാൻ വായിക്കാൻ നിങ്ങളെല്ലാം ഓർമ്മ എല്ലാ ഉദരങ്ങളുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്ക് മുമ്പ് ഒരുപാട് ഉലമാക്കൾ, 500-ലേറെ ഉലമാക്കൾ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇവര് പറയുന്നത് ഒരു വിഷയത്തിൽ സമസ്തക്കാരാണ് ശരികളാണ്. ഇബ്നു അബ്ദുൽ വഹാബ് സലഫിയത്തിനെതിരെ വരുന്നവർ ഒന്ന് സമസ്തക്കാരാണ്. സമസ്തക്കാർ
മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് മാത്രമല്ല അനുവദനീയമാണ്, ചെയ്യാവുന്ന കാര്യമാണ് എന്ന് പറയുന്നവരാണ്. തബ്ലീഗുകാർ പറയുന്നത് എല്ലാവരും അല്ല, ഇതില് തബ്ലീഗില് ഈ വിഷയത്തിലും പേച്ചു പോയവർ. തബ്ലീഗുകാരെ കുറിച്ചിട്ട് നമ്മൾ പറയാറുള്ളത് അവർ വിധേയികളാണെന്നാണ്, ശിർക്കൻ വാദം ഇല്ല എന്നാണ്. എന്നാൽ ഇപ്പൊ ചില തബ്ലീഗുകാർ സംസാരിക്കുമ്പോൾ തുല്യമായ സമസ്തന്റെ അതേ വാദമാണ്. പക്ഷെ തബ്ലീഗിന്റെ ദീപന്തി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇസ്തിഗാസ ശിർക്കല്ലെന്ന് എഴുതിയിട്ടുണ്ട്. തബ്ലീഗുകാരുടെ ഗ്രന്ഥങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഹജ്ജിന്റെ മഹത്വം പോലുള്ള ഗ്രന്ഥങ്ങൾ, ഫദായിൽ ഖുർആന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ ശിർക്കൻ കഥകളും ഒക്കെ അവർ സമർത്ഥിച്ചിട്ടുണ്ട്. ആ വാദമുള്ളവരാണ്. ശിർക്കിനെ എതിർക്കുകയില്ല, ശിർക്കിനെ എതിർക്കുകയില്ല, അവർ ജാറത്തിൽ പോകുന്നതിനെ എതിർക്കുകയില്ല. ഈ ചില തബ്ലീഗുകാർ പറയാണ് മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ സംസാരിച്ച രണ്ടുപേരുണ്ടല്ലോ, അവർ പറയുന്നത് ഇമാം അഹമ്മദ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇബ്നു ഖുദാമ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇമാം നവവി വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശിർക്കല്ല. പിന്നെന്താ ഹറാമാണ്? അപ്പൊ ഈ പണ്ഡിതന്മാരെല്ലാം ഹറാമ് ചെയ്തോ? അപ്പോൾ പറയാം വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അപ്പൊ ഹലാലാണെന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ഇമാം അഹമ്മദിന്റെ ഹലാലാണെന്ന അഭിപ്രായം, ഇമാം നവവിക്ക് ഹലാലെന്ന അഭിപ്രായം, ഇബ്നു ഖുദാമക്ക് ഹലാലെന്ന അഭിപ്രായം, ഇബ്നു ഹജർ ഹലാലെന്ന അഭിപ്രായം. പിന്നെ ഹറാമെന്ന് ആർക്കും അഭിപ്രായം? ഓയ്ക്ക് ഷിർക്കല്ലാത്ത ഹറാമ് എന്നാരും പറഞ്ഞില്ല. ഹറാമാണെന്ന് പറഞ്ഞവരൊക്കെ ഷിർക്കാണെന്ന് പറഞ്ഞാണ് ഹറാമെന്ന് പറഞ്ഞത്. ഹലാലാണെന്ന് പറഞ്ഞവർ ഷിർക്കല്ല, അതുകൊണ്ട് ഹലാലാണെന്ന് പറഞ്ഞത്. ഈ വിധയ്ക്ക് പുതിയ വാദം ഷിർക്കല്ല പക്ഷെ ഹറാം. ആരാ പറഞ്ഞു? ഈ തബ്ലീഗിലെ ഒരു പണ്ഡിതന്റെ കൗൽ ഞാൻ വായിച്ചു തരാം. തബ്ലീഗ് ഷാഹ് വലിയുള്ള ദഹ്വലിക്ക് ശേഷം വന്ന ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ, തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ എഴുതിയതാണ്. പൂർവികരായ ഷാഫി മദ്ഹബ് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തബ്ലീഗുകാർക്ക് വേണ്ടി വായിക്കാണ്. തബ്ലീഗില് ഷാഹ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ ഗനി അദ്ദഹ്ലവി, ഇസ്മായിൽ ഷഹീദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാൻ എന്ന കിതാബ് കേരളത്തിലെ ചില തബ്ലീഗ് മദ്രസയിൽ പഠിപ്പിക്കാറുണ്ട്. ചില ദർസുകളിൽ തഖ്വിയത്തുൽ ഈമാൻ കൊണ്ട് കിതാബിൽ പഠിപ്പിക്കാറുണ്ട്. അദ്ദേഹം പറയാണ്, അള്ളാഹു പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. സൂറ അഹ്കാഫിലെ 5-ാമത്തെ ആയത്ത്. വഖദ് ദല്ലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അറിയിച്ചു, അല അന്നൽ മുശ്രികീന ഖദ് അംഅനു ഫി സഫാഹ ഫഖദ് അദലു അനില്ലാഹിൽ ഖാദിരിൽ അലീമി ഇലാ ഉനാസിൻ ലാ യസ്മഊന ദുആഹു. മുശ്രിക്കീങ്ങൾ എല്ലാം അറിയുന്ന, എല്ലാം കഴിവുള്ള അല്ലാഹനെ വിട്ട് ഒന്നും കേൾക്കാത്ത ജനങ്ങളിലേക്ക് തിരിഞ്ഞു. അവരെ വിളിക്ക് ഉത്തരം ദുആ കേൾക്കാത്ത ആൾക്കാരിലേക്ക് തിരിഞ്ഞു. വൈൻ സമീഉ മസ്തജാബു ലഹു, കേട്ടാൽ തന്നെ ഉത്തരം പോലും കൊടുക്കാത്ത ആൾക്കാരിലേക്ക് മുശ്രിക്കീങ്ങൾ തിരിഞ്ഞു. വഹും ലാ യഖ്ദിറൂന അലാ ഷൈഇൻ ഫളഹറ മിൻ ദാലിക അന്നല്ലദീന യസ്തഗീസൂന. ഇതിലൂടെ മനസ്സിലായി ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ വയദുന്നൂന അന്നഹും മാ അശ്റകൂ, അവർ വിചാരിക്കുന്നത് അവർ ശിർക്ക് ചെയ്യുന്നില്ല എന്നാണ്. ഫഇന്നഹും മാ തലബു മിൻഹും ഖലാഉൽ ഹാജ, അവർ പറയുന്നത് നമ്മൾ ഖലാഉൽ ഹാജ ചോദിക്കുന്നില്ല, ആവശ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന്. അതായത് മയ്യത്തിനോട് ഖലാഉൽ ഹാജ, ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ചോദിച്ചാൽ ശിർക്കാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം റദ്ദാർക്കെന്നറിയോ? നമ്മൾ മരിച്ചവരോട് ദുആ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്, നമ്മുടെ പ്രശ്നം പരിഹരിക്കണേ എന്ന് പറയുന്നില്ല എന്ന് പറയുന്നവർക്കാണ് ഇദ്ദേഹം മറുപടി കൊടുക്കുന്നത്. മയ്യത്തിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണ് ഇതിന്റെ അഭിപ്രായം. ഇനി അതല്ല, ഒരു പറയാണ് നമ്മൾ മയ്യത്തിനോട് ഒന്നും നേരിട്ട് ചോദിക്കുന്നില്ല, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. അദ്ദേഹം പറയാണ്, അവർ പറയും വൈന്നമാ ത്വലബു മിൻഹുമു ദുആ, അവർ ദുആ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. വൈലം യുശ്രികു അൻ ത്വലബി ഖലാഇൽ ഹാജ, അവർ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിലും ഫഇന്നഹും അശ്റകു അൻ ത്വലീഖിൻ നിദാ, ആ വിളിക്കലിലൂടെ അവർ ശിർക്ക് ചെയ്തു. ഫഖദ് ലന്നു അന്നഹും യസ്മഊന നിദാഅഹും അൻ ബുഅദിൻ, അവർ വിചാരിക്കാണ് ദൂരത്ത് നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുമെന്ന്. കമാ യസ്മഊന നിദാഅഹും അൻ ഖുർബിൻ, അടുത്തുനിന്ന് വിളിച്ചാൽ കേൾക്കുന്നത് പോലെ ദൂരത്ത് നിന്ന് വിളിച്ചാലും കേൾക്കുമെന്ന് അവർ വിചാരിക്കുന്നു. അതിലൂടെ കേൾക്കുമെന്ന് വിചാരിക്കുന്നതിലൂടെ അവർ ശിർക്ക് ചെയ്തു. അപ്പോ യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ യാ റസൂലല്ലാഹ് എന്ന് വിളി തന്നെ എന്താണ്? ശിർക്ക് എന്നാണ് ഇസ്മായിൽ ഷഹീദിന്റെ തബ്ലീഗുകാരൻ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഇയാളോ ഈ തബ്ലീഗുകാരൻ പറയാൻ ഇമാം അഹ്മദ് യാ റസൂലല്ലാഹ് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇമാം നവവി
ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, മരിച്ച വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇബ്നു ഖുദാമ മരിച്ച വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പണ്ഡിതൻ തന്നെ പറയാണ് എന്താണ്, ആ നിദാവ് തന്നെ ശിർക്കാണ്, ആ വിളി തന്നെ ശിർക്കാണ്. അതായത് മയ്യത്തിനോട് ചോദിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, മയ്യത്തിനോട് നേരിട്ട് ആവശ്യങ്ങൾ ചോദിക്കൽ. മയ്യത്തിനോട് എനിക്ക് ഇന്ന ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണേ എന്ന് നേരിട്ട് ആവശ്യപ്പെടേ, പ്രശ്നം പരിഹരിക്കണേ, രോഗം മാറ്റണേ, മഴ തരണേ, മക്കളെ തരണേ. സമസ്തക്കാര് സിഎം അടക്കം ചോദിക്കുന്നത് പോലെ. ഇമാം മഖ്രിസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തജ്രീദ് തൗഹീദ് എന്ന കിതാബിൽ പറഞ്ഞത് അത് റുബൂബിയത്തിലുള്ള ശിർക്കാണ്. കാരണം അവർ മരിച്ചവർ എല്ലാം ചെയ്തു തരുമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കരുത്. രണ്ടാമത്തെ ചോദ്യം, അവരോട് അള്ളാഹിനോട് ചോദിച്ചു തരാൻ വേണ്ടി പറയരുത്. നിങ്ങൾ അള്ളാഹിനോട് പറയണേ, എന്റെ പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹിനോട് നിങ്ങൾ പറയണേ എന്ന് പറയരുത്. ഇത് ഉലൂഹിയത്തിലുള്ള ശിർക്കാണ്. ഇങ്ങനെ രണ്ടു തരം തേട്ടമുണ്ട്. മയ്യത്തിനുള്ള തേട്ടം രണ്ട് രീതിയിലാണ്. ഒന്ന്, മയ്യത്തിനോട് നേരിട്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരാൻ വേണ്ടി പറയൽ, അത് ശിർക്കുൻ റുബൂബിയ്യാണ്. രണ്ട്, മയ്യത്തിനോട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടൽ, അത് ശിർക്കുൻ ബിൽ ഉലൂഹിയ്യാണ്. ഇത് രണ്ടും ശിർക്കാണ്. ഈ ഇസ്മായിൽ ഷഹീദ് എന്തിനാണ് മറുപടി പറയുന്നത്? രണ്ടാമത്തെ, മയ്യത്തിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണേ എന്ന് പറയുന്നത് ഷിർക്കാണ്. അപ്പൊ അവർ പറയും, നമ്മൾ മയ്യത്തിനോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ എന്നവർ പറയുമെങ്കിൽ അവർക്കുള്ള മറുപടി, നിങ്ങൾ ഖലാഉൽ ഹാജ് ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും ആ വിളി തന്നെ ഷിർക്കാണ് എന്ന്. അപ്പോ ഇതാണ് സലഫിൽ പറഞ്ഞത്, ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത്. ധാരാളം 500-ലേറെ പണ്ഡിതന്മാരുടെ കൗലുകളുണ്ട്, അതൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ പണ്ഡിതന്മാരെ അക്വാലുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥം തന്നെയുണ്ട്. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ഷിർക്കാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ, അത് ഹറാമാണ്, ഷിർക്കാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ കൗലുകളുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാണ് അത് ഷിർക്കല്ല. ഷിർക്കല്ല എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാർ പറയുന്നു ഹലാലാണ്. തബ്ലീഗിലെ ചില ജാഹിലുകൾ പറയുന്നു അത് ഹറാമാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ആദ്യം ഇത് പറഞ്ഞതാണ് തബ്ലീഗാരെ പോലുള്ള അശ്ശരികൾ, സമസ്തക്കാരെ പോലുള്ള അശ്ശരികൾ പറയാറുള്ളത്. ഇബ്നു അബ്ദുൽ വഹാബാണ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ഷിർക്കാണെന്ന് പറഞ്ഞത് അല്ല. മുമ്പുള്ള ഇബ്നു ഖൈൽ 5-ാം നൂറ്റാണ്ട് ജീവിച്ച, 6-ാം നൂറ്റാണ്ട് ജീവിച്ച ഇബ്നു ഖൈൽ അൽ ഹംബലി അദ്ദേഹം പറഞ്ഞത് ഹും ഇന്ദി കുഫാർ, കബറാളികൾക്ക് കബറിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന, വിളക്ക് കത്തിക്കുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ കൂട്ടർ എന്റെ അടുക്കൽ കുഫാറുകളാണ് എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. ഫഖ്റുദ്ദീൻ റാജി പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണ്. ധാരാളം പണ്ഡിതന്മാർ ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മാത്രം പറഞ്ഞ ആദ്യത്തെ വാദമല്ല. ഇതൊക്കെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്കെതിരെയുള്ള ഇവരുടെ ആരോപണങ്ങൾ. പ്രമാണബദ്ധമായി ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പറയേണ്ട മറുപടികളാണ് ഇതൊക്കെ. പക്ഷെ ഇത് പഠനം എന്ന നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയുണ്ടോ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്കെതിരെ പറയുന്ന അശ്ശരികളിൽപ്പെട്ട തബ്ലീഗാരാവട്ടെ സമസ്തക്കാരാവട്ടെ അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഈ പറഞ്ഞ വിഷയത്തിൽ ഒന്നും മുത്തൻവാദിയല്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഉന്നയിച്ച ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മുമ്പേ ഉലമാക്കൾ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം കൊന്നു, അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിനെ അട്ടിമറിച്ചതാണ് എന്നുള്ളത് നിങ്ങളുടെ കള്ളാവരോപണമാണ്. ചരിത്രപരമായി സ്ഥാപിക്കാൻ സാധിക്കുകയേയില്ല. ഇതാണ് ഈ വിഷയത്തിലുള്ള ഷോർട്ടായ നമ്മുടെ മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് വ്യക്തമായി പഠിക്കേണ്ടതാണ്. ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം എന്താണ് ഇവിടെ സ്ഥാപിച്ചത്, അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ദഅവത്ത് എന്തായിരുന്നു പോലെ കാര്യമൊക്കെ പഠിച്ചാൽ വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യം. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത്. സഹാബാക്കൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഇമാം അഹ്മദ് എന്താണോ ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത്. സഹാബാക്കളുടെ അഖീദയും മൻഹജും ശൈഖുൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എന്താണോ ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പുതുതായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ പരിശോധിച്ച് നോക്കിയാൽ അത് 4 ഇമാമുകളുടെ അഖീദയ്ക്കുള്ളിലാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അബൂ ഹനീഫയുടെയോ ഇമാം മാലിക്കിന്റെയോ ഇമാം ഷാഫിയുടെയോ ഇമാം അഹ്മദിന്റെയോ അഖീദയിൽ നിന്നും പുറത്തല്ല. ഒരു മസ്അല കൊണ്ടും പുറത്തല്ല. ഈ വിധേയികൾക്ക് ഒരു മസ്അല കാണിച്ചു തരാൻ പറ്റുകയില്ല. ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ 4 അയിമ്മത്തുകളുടെ അഖീദയിൽ നിന്നും പുറത്താണ് എന്ന് പറയാൻ. അതേപോലെ തന്നെ ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി പോലുള്ള ഉലമാക്കൾ, മുഹദ്ദിസുകൾ
അവിടെ അഖീദയിൽ നിന്നും ഇദ്ദേഹം പുറത്തല്ല. ഫിഖിഹിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ 4 മദ്ഹബിനെ അംഗീകരിക്കുന്ന ആളാണ്. ഞാൻ ഫിഖ് പഠിച്ചത് ഹംബലി മദ്ഹബിലാണ്. പഠിച്ച് വലിയ പണ്ഡിതനായപ്പോൾ ഖുർആൻ ഹദീസ് മനസ്സിലായി, വലിയ വലിയ പണ്ഡിത ഗ്രന്ഥങ്ങൾ മനസ്സിലായപ്പോൾ ഹംബലി മദ്ഹബിലുള്ള പല മസലകൾക്കും അദ്ദേഹം എതിരായിട്ടുണ്ട്. ആ എതിരായ മസലകൾ മറ്റ് മദ്ഹബിലെ പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ അറിയപ്പെട്ട അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ മദ്ഹബിനോടോ യോജിക്കുന്നതാണ്. ഖുർആനും സുന്നത്തിനും അനുയോജ്യമായതാണ്. ഖുർആനും സുന്നത്തിന് വിരുദ്ധമായതോ പൂർവികരായ ഉലമാക്കൾ ആരും പറയാത്തതോ ആയ ഒരു ഫിഖ്ഹി മസലയും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സ്ഥാപിച്ചിട്ടില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ അഖീദയും മൻഹജും ഫിഖ്ഹും ആയത്തിൽ പഠിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ഉലമാക്കൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. യമൻ, സൗദി എത്രയോ ദൂരത്താണ്. അവിടെ ജീവിച്ച പണ്ഡിതനാണ് ഇമാം ഷൗക്കാനി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ അതേ അഖീദയിൽ മൻഹജിൽ പോകുന്ന ആളാണ്. അമീറുസ് സനആനി അദ്ദേഹം യമനിലാണ്. അദ്ദേഹവും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അതേ ആശയത്തിൽ നോക്കി പോകുന്ന ആളാണ്. ഷെയ്ഖ് സയ്യിദ് തൈമിയ്യ സൗദിയിലെ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിക്ക് ശേഷം വന്ന വലിയ വലിയ ഉലമാക്കൾ, വലിയ വലിയ പടുക്കൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ വിശദമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ട് അത് സ്ഥിരീകരിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു ബാസിനെ പോലെ, ഇബ്നുൽ ഉസൈമീനെ പോലെ, ഷെയ്ഖ് അൽബാനിയെ പോലെ അവിടെ ഉസ്താദുമാരായ വലിയ വലിയ പണ്ഡിതന്മാർ വേറെയും ഒരുപാട് പേർ. അവരൊക്കെ ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ കുലങ്കഷമായി പഠിച്ച്, അഖീദ ഗ്രന്ഥങ്ങൾ വേറെ, ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ വേറെ പഠിച്ച് അത് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ മൻഹജിനുമാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് കാണിച്ചു തന്ന ഈ പാത, അതാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മുമ്പ് കാണിച്ചു തന്നത്. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മുമ്പ് കാണിച്ചു തന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീൻ. അതുകൊണ്ട് തന്നെ ആ ദീൻ നമ്മൾ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ ഉറച്ചു പറയുന്നു, നമ്മുടെ അഖീദ സലഫിയത്താണ്. നമ്മൾ സലഫികളാണ്. മരണം വരെ സലഫിയായി ജീവിക്കുകയും സലഫിയത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഈ പാതയിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാനും പ്രബോധനം ചെയ്യാനും ഈ അഖീദയിൽ മൻഹജിലുമായി മരിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. هذا والله أعلم وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.